وبركاته. بسم الله الرحمن الرحيم. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن. لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, കേരളത്തിലെ വളരെയേറെ അറിയപ്പെട്ട ഈ മഹല്ലിന്റെ ഖാദി കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്താദ് സി കെ മൈദുട്ടി മുസ്ലിയാർ, ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ സ്ഥാപനത്തിന്റെ അജയ്യനായ പ്രിൻസിപ്പൽ ഉസ്താദ് സി എച്ച് അബ്ദുറഹ്മാൻ വഹബി, സ്വാഗത പ്രഭാഷണം നടത്തിയ എന്റെ സഹപാഠിയും സഹപ്രവർത്തകനും സ്നേഹിതനുമായ ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി, ഈ മനോഹരമായ സദസ്സിന് നേതാക്കൾ പ്രിയപ്പെട്ട സുലൈമാൻ ഫൈലി, ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി മുസ്ലിയാർ, അബ്ദുസമദ് റഹ്മാനി, പി കെ സമദ് ഫൈലി, അബ്ദുസമദ് ഫൈലി, അബ്ദു മാസ്റ്റർ, പ്രിയപ്പെട്ട അലാലുക്കൽ കുഞ്ഞബ്ദു, ബഹുമാന്യനായ പി കെ മൊയ്തീൻ മുസ്ലിയാർ, മറ്റുള്ള ഈ സ്ഥാപനത്തിന്റെ കർമ്മോത്സുകരായ ഭാരവാഹികളെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, വളരെയേറെ ആവേശത്തോടെയും വളരെയേറെ താൽപര്യത്തോടെയും ഈ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, ഒരു കാലഘട്ടത്തിന്റെ ആത്മീയമായ ഔന്നത്യത്തിൽ ഈ സമുദായത്തിന് നേതൃത്വം നൽകി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും വഫാത്തിന് ശേഷവും നാനാ ജാതി മതവിഭാഗങ്ങളുടെ ആത്മീയമായ ദാഹം തീർക്കുകയും ആത്മീയമായി വഴിവെളിച്ചം നൽകുകയും അവരുടെ പരിശുദ്ധമായ ഉറൂസിനോടനുബന്ധിച്ച് വളരെ മാതൃകാപരമായ ഇടയിൽ നമ്മുടെ കുടുംബിനികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, കുടുംബനാഥന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മനോഹരമായ സംഗമം നമ്മുടെ ഭാരവാഹികൾ ഇവിടെ സംവിധാനിച്ചു. അല്ലാഹു ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കും സഹായിച്ചവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാനാജാതി മതവിഭാഗങ്ങൾ മഹാനവറുകളുടെ വിശുദ്ധമായ സാന്നിധ്യത്തിലേക്ക് വളരെ വിലപിടിപ്പുള്ള പലതും സംഭാവന ചെയ്ത് നേർച്ചയാക്കി ഈ അനുഗ്രഹീതമായ സദസ്സിന്റെ പ്രാർത്ഥന ആഗ്രഹിച്ചുകൊണ്ടാണ്. നിന്നോട്
ആരൊക്കെ ബന്ധം ചേർക്കുന്നുവോ അവരോട് ഞാൻ ബന്ധം ചേർക്കും. നിന്നെ ആരൊക്കെ അറുത്തു മുറിച്ച് കളയുന്നുവോ അവരോടുള്ള ബന്ധം ഞാൻ അറുത്തു മുറിച്ചുമെന്നതമൻ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോടുള്ള ബന്ധം ചേർക്കാനുള്ള അതിശക്തമായ വഴിയായി പടച്ച റബ്ബിലേക്ക് ചെന്നു ചേരാനും അള്ളാഹുവിലേക്ക് ബന്ധം ചേർക്കാനും അതിനുള്ള ശക്തമായ ഒരു മാനദണ്ഡം റബ്ബ് പറഞ്ഞത് കുടുംബബന്ധം ചേർക്കലാണ്. അള്ളാഹുവിനോടുള്ള ബന്ധം മുറിച്ചു കളയുന്ന വഴിയും കുടുംബബന്ധം മുറിച്ചു കളയലാണ്. കുടുംബബന്ധം മുറിച്ചു കളഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ബന്ധപ്പെടുന്നു എന്ന വ്യാജേന എത്ര നിസ്കരിച്ചാലും എത്ര ഇബാദത്ത് ചെയ്താലും എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്താലും അള്ളാഹു അവനോടുള്ള ബന്ധം മുറിച്ചു മാറ്റുമെന്ന് വളരെ നേരത്തെ തന്നെ അതിശക്തമായ തീരുമാനം പ്രഖ്യാപിച്ചതാണ്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിലെയും മഹ്ശറയിലെയും നരകത്തിലെയും വ്യത്യസ്തമായ ശിക്ഷകൾ പരിചയപ്പെടുത്തുമ്പോൾ വളരെ ഭയാനകമായ ശിക്ഷകൾ പറഞ്ഞ ഒരു വിഭാഗമാണ് ഖാത്തിഉർ റഹീം, കുടുംബം മുഴുവൻ. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല തിരിഞ്ഞു നോക്കുകയില്ല എന്ന് അല്ലാഹു പഠിപ്പിച്ച ഹദീസുകൾ തിരിഞ്ഞു നോക്കുകയില്ല, കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എടുത്തു പറഞ്ഞു, കുടുംബബന്ധം മുറിച്ചു കളയുന്നവൻ, കുടുംബത്തിന്റെ മനോഹരമായ വെളിച്ചം പരത്തുന്ന കുടുംബത്തിന്റെ വിളക്കുകൾ നമ്മുടെ സഹോദരിമാരാണ്, സ്ത്രീകളാണ്. ഭാര്യമാരോ ഉമ്മരോകളോ ബോധിരോ മരുമക്കളോ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ശക്തമായ ഉത്തരവാദിത്തമുള്ളവർ നമ്മുടെ സഹോദരിമാർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശാരീരികവും മാനസികവുമായ പ്രകൃതി കൊണ്ട് തന്നെ ഒരു കുടുംബത്തിന്റെ നേതൃത്വം നൽകാൻ ആ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ മാത്രം നൽകിക്കൊണ്ടാണ് അല്ലാഹു അവരെ സംവിധാനിച്ചത്. പൂർണ്ണമായേണ്ട സാമൂഹികമായ കർത്തവ്യങ്ങളിലേക്ക് കടന്നു വരേണ്ടവരല്ല നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ. പുരുഷന്മാരുടെ അധികാരങ്ങളിൽ കൈകണ്ടവർ അവർ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ രാജ്യങ്ങളിലും സമൂഹങ്ങളിലും സമുദായങ്ങളിലും മതങ്ങളിലും വലിയ അഹമ്മദാണ്. അതിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുരുഷന്മാർക്ക് കാണിച്ചു കൊടുത്ത വഴികളിലൂടെ ഉത്തരവാദിത്തങ്ങളിലൂടെ കയ്യേറ്റം നടത്തി അല്ലെങ്കിൽ സ്ത്രീകളെ ആ രംഗത്തേക്ക് മുന്നിൽ കൊണ്ടുവന്ന് തകർത്തപ്പോഴാണ് ഒരുപാട് പ്രതിസന്ധികൾ ലോകത്തുണ്ടായത്. അത് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും രാഷ്ട്രങ്ങളിലും ആ പ്രതിസന്ധികൾ വ്യാപിച്ചത്. മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾക്ക് അവർക്കനുസരിച്ചുള്ള നിയമങ്ങൾ പറഞ്ഞപ്പോൾ അക്കാമ്യമായി സ്ത്രീകൾക്കൊരിക്കലും സ്വാതന്ത്ര്യം നൽകാത്ത മതമായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കടന്നാക്രമിക്കാനും ഇസ്ലാമിനെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കാനും പല തൽപര കക്ഷികളും മുന്നോട്ട് വന്നു. അവർ പറയുന്ന സ്ത്രീ സ്വാതന്ത്ര്യമാണ്. ഇന്നും ഇസ്ലാം സ്ത്രീക്ക് സ്വാതന്ത്ര്യം പറയുമ്പോൾ തൽപര കക്ഷികൾ സ്ത്രീക്ക് സ്വാതന്ത്ര്യം എന്നുള്ളത് വ്യാഖ്യാനം എന്താണ്? പൊരിഞ്ഞ് ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും പുറത്തു കാണിച്ച് സ്ത്രീകൾ പുറത്തു നടക്കണം എന്നതാണോ? പലപ്പോഴും അത്ഭുതം തോന്നിപ്പോകാറുണ്ട്. പല വിദേശ രാജ്യങ്ങളും വർഷത്തിൽ 8 എതിർപ്പ് അനുഭവപ്പെടുന്ന രാജ്യങ്ങളാണ്. ഐസ് വീഴുന്ന രാജ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോലും ആരോട് വാശി തീർക്കാനാണ്? ആ കൊടും തണുപ്പത്ത് പോലും ഐസ് വീഴുന്ന സമയത്ത് പോലും
ശരീരത്തിന്റെ അവയവങ്ങൾ പുറത്തു കാണിച്ചുകൊണ്ട് നടക്കുന്ന പാശ്ചാത്യബോധത്തിന്റെ വനിതകൾ. അത് എവിടെയുമുണ്ട്, നമ്മുടെ നാട്ടിലും ആ പരിഷ്കാരം. കേരളത്തിൽ നിന്ന് അങ്ങോട്ട് വടക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ പല മെട്രോപൊളിറ്റൻ സിറ്റികളിലും, അത് ചെന്നൈയിലും ഡൽഹിയിലും കൊല്ലയിലും മുംബൈയിലും ഈ ഒരു സംസ്കാരത്തെ പുലുകുന്നവരുണ്ട്. ഞാൻ അത്ഭുതം പറഞ്ഞത്, കഠിനമായ തണുപ്പുണ്ടാകുമ്പോ നമ്മളൊക്കെ സാധാരണ വസ്ത്രങ്ങൾക്ക് പുറമെ തണുപ്പിനുള്ള വസ്ത്രവും അതിനുള്ള പുതപ്പുകളുമൊക്കെ ചുറ്റി പുറത്തിറങ്ങുന്നതിനും കാലിലും ഷോക്സുകൾ ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോ അവിടെയും ഈ പാവപ്പെട്ട പെണ്ണുങ്ങൾ എന്തിനാണ് വസ്ത്രം ധരിക്കാതെ പുറത്തിറങ്ങുന്നത്? അതാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് ആരൊക്കെയോ പഠിപ്പിട്ടുണ്ട്. ഇസ്ലാം പെണ്ണിന്റെ സ്ത്രീയുടെ ഒരവകാശവും നിഷേധിച്ചിട്ടില്ല. സ്ത്രീകൾ അറിവ് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മതനിയമങ്ങളും രാജ്യങ്ങളും ഭരണാധികാരികളും ഇപ്പോഴുമുണ്ട്. ലോക ചരിത്രത്തിൽ ധാരാളം കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇസ്ലാം സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നതിന് വിലക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് വേണ്ട വിദ്യാഭ്യാസത്തെ വളരെ ശക്തമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ എത്രയാണ് സ്ത്രീകൾക്ക് ഇസ്ലാം അവകാശങ്ങളും സ്വാതന്ത്ര്യവും നൽകുന്നില്ല എന്നിവർ പറയുന്നത്? പരിശുദ്ധമായ ഖുർആൻ സ്ത്രീ വിരുദ്ധമായ എന്തെങ്കിലും ഒരു പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ? പരിശുദ്ധമായ ഖുർആനിലെ എത്രയോ ആയത്തുകൾ എത്ര നിയമം സ്ത്രീക്ക് അനുകൂലമാണ്. സൂറത്തുൻ നിസാ എന്ന പേരുള്ള ഒരായം സൂറത്തുൽ ഖുർആനിലുണ്ട്. ആ സൂറത്തിലെ മുഴുവൻ ആയത്തുകളും ചർച്ചും സ്ത്രീകളുമായപ്പെട്ടെങ്കിലും എന്നാൽ സൂറത്തുൽ റിജാൽ എന്ന പേരിൽ ഒരു അധ്യായം, ഒരു സൂറത്ത് അള്ളാന്റെ കലാമിൽ ഇല്ല. പുരുമാൻ എന്നൊരു പേര് കൊണ്ടാണ് 114 സൂറത്തുകളിൽ പടച്ചിറപ്പ് പഠിപ്പിച്ചിട്ടില്ല. സ്ത്രീകൾക്ക് ഒരുപാട് നിയമങ്ങൾ വ്യത്യസ്തമായ പല സൂറത്തുകളിലും അല്ലാഹു പറഞ്ഞു. മറിയം എത്ര വളരെ മനോഹരമായിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചത്. ഇസ്ലാം പരിശുദ്ധമായ ഖുർആനിൽ സ്ത്രീകൾക്കും സ്ത്രീകളുടെ നായികർക്കും സ്ഥാനം ബൈബിളിലും തോറയിലും മറ്റുള്ള പല മതവിഭാഗങ്ങളിലും ഉള്ളതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ഇരട്ടിയാണ് എന്ന് മനസ്സിലാക്കി ഇസ്ലാം സ്വാത്തിൽ കടന്നു വന്ന എത്രയോ വനിതകൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. പൂവാലന്മാരുടെ, കാമക്കണ്ണുള്ള കഴുകന്മാരുടെ തമ്മാടിത്തരങ്ങൾക്ക് നമ്മുടെ സഹോദരിമാർ പീഡനങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരം എന്താണ് എന്ന അന്വേഷണങ്ങൾ നടക്കുമ്പോൾ വൈകൃത പ്രകടികൾ രാജ്യത്തിന്റെ ഭരണാധികാരികൾ പലപ്പോഴും പറഞ്ഞ ചില വാക്കുകളുണ്ട്. കഴിഞ്ഞ വർഷം വളരെ വ്യാപകമായി പീഡനത്തിന്റെ അതുമായി ബന്ധപ്പെട്ട അത് ഇല്ലാതാക്കാനുള്ള ചർച്ചകൾ നടന്നപ്പോ ഔദ്യോഗിക മന്ത്രി കസേരകളിൽ ഇരിക്കുന്ന ആളുകൾ പോലും സ്ത്രീകളോട് പുറത്തിറങ്ങുമ്പോ ചില മുൻകരുതലുകൾ നടത്താൻ വേണ്ടി പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ വാനിറ്റി ബാഗിൽ ഒരു ബ്ലേഡെങ്കിലും കൂടെ കൊണ്ടുപോകണം എന്ന്. ആ കൂട്ടത്തില് മരിച്ചുപോയ വഹാബി നേതാവായിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ ഒരു മറുപടി, പഠിക്കാൻ പോകുന്ന, അങ്ങാടിയിലേക്ക് പോകുന്ന, ബസ്സിൽ യാത്ര ചെയ്യുന്ന, പുറത്തിറങ്ങുന്ന സ്ത്രീ കഥയും പഠിക്കണം എന്നാണ്. ഇനോ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി ആളുകൾ പറഞ്ഞു കൊടുക്കേണ്ടത് സ്ത്രീകൾക്കുള്ള അതും അച്ചടക്കവും
അവരുടെ സംസാരത്തിലും സംസ്കാരത്തിലും അവരുടെ വേഷവിധാനങ്ങളിലും അതിൽ ഒതുങ്ങി നിൽക്കാനാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്, അഇമ്മത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ചിന്തകളെ അരിചാരി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മറ്റുള്ള പല സഹോദരിമാരും ഗീർവാണം മുഴക്കുമ്പോ, അവരെ റോട്ടുകളിൽ മുദ്രാവാക്യം വിളി നടത്തുമ്പോ അതിനോടൊപ്പം നമ്മുടെ പെണ്ണുങ്ങളും വരണമെന്ന് ആഗ്രഹിച്ചുപോയ വിദഗ്ധക്കാർക്കും പറ്റിപ്പോയ അബദ്ധം അവിടെയാണ് എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. കമല സുറയ്യ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ പറഞ്ഞത്, ഒരു സ്ത്രീക്ക് നൽകാനുള്ള ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ, സ്ത്രീ പുറത്തിറങ്ങുമ്പോഴും അകത്തളത്തിലാകുമ്പോഴും അവളെ സംരക്ഷണം പോരാട് ഏതാക്കല, ഇതേ വൈകാസങ്ങൾ പരിശീലിക്കലല്ല. ഇസ്ലാം പറയുന്ന വേഷവിധാനം, ഇസ്ലാം പറയുന്ന പർദ സംവിധാനം, ഇസ്ലാം പറയുന്ന അച്ചടക്കം, ഇസ്ലാം പറയുന്ന നിയമങ്ങൾ സ്ത്രീ അനുസരിക്കലാണ് അവരുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിന് മാനദണ്ഡം എന്ന് അനുഭവിച്ച് പറയുന്ന പല ആളുകളും ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. ഇവിടെ വേഷവിധാനം, ശരീരം മുഴുവനും മറക്കേണ്ട വേഷവിധാനത്തെക്കുറിച്ച് ഇസ്ലാം സംസാരിക്കുമ്പോൾ അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഇപ്പൊ 2-3 ദിവസങ്ങളിലായി പത്രമാധ്യമങ്ങളിലെ ചർച്ചയുണ്ട്. ക്രിസ്ത്യൻ മിഷണറി വിഭാഗങ്ങൾ നടത്തുന്ന സ്കൂളുകളിൽ നിന്ന് മക്കനെയിട്ട് പർദ്ദയിട്ടു എന്ന കാരണത്താൽ മുസ്ലിം പെൺകുട്ടികളെ പുറത്താക്കുന്നു എന്നത്. അവരുടെ കന്യാസ്ത്രീകൾ അതേപോലെ ഒരു വേഷം ധരിച്ചാൽ അത് സ്ത്രീ സ്വാതന്ത്ര്യമാവുകയും അതേ വേഷം ഒരു മുസ്ലിം പെൺകുട്ടി ധരിച്ചാൽ അത് അസ്വാതന്ത്ര്യമാവുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞു പഠിപ്പിച്ചത് ഇസ്ലാമിനോടുള്ള കുടിപ്പക നേരത്തെ തന്നെ കൊണ്ടു നടക്കുന്ന ചില പാശ്ചാത്യ ദുശക്തികളാണ്. പെൺകുട്ടികൾ ജീവനോടെ കൊഴുത്തു മൂടപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിന് ചരിത്രം പഠിക്കണം. ആ കാലഘട്ടത്തിൽ അറബ് നാടുകളിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യ രാജ്യം ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന സ്ഥാനമെന്തായിരുന്നു? മാസാന്തം ആർത്തവമുണ്ടായി എന്ന കാരണത്താൽ വീടുകൾ, സ്വന്തം വീടുകൾക്കകത്തേക്ക് പ്രവേശിപ്പിക്കാതെ വീട്ടുമുറ്റത്തോ തൊടിയിലോ കൂടാരം കെട്ടി അതിനകത്ത് പാർപ്പിച്ചിരുന്ന, അശുദ്ധിയായാൽ വീട്ടിനകത്തെ എന്ന് വിശ്വസിച്ച കാടൻ വിശ്വാസകാലത്തിൽ ആർത്തവമുള്ള സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് മനോഹരമായി കുടുംബജീവിതത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അങ്ങനെ വിശ്വസിച്ചിരുന്ന അറബികളും അനറബികളും എന്തിന്റെയൊക്കെ പേരിൽ പെൺകുട്ടികളെ, പെണ്ണിനെ മൃഗങ്ങളെ കാണുന്നതിനേക്കാൾ അതിനേക്കാൾ അധപ്പതനത്തോടെ മനുഷ്യരായി, പെണ്ണ് എന്ന് പറഞ്ഞാൽ മനുഷ്യവിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് ആ കാലഘട്ടത്തിലെ മതവിഭാഗങ്ങളും രാഷ്ട്രങ്ങളും ഭരണത്തലവന്മാരും അംഗീകരിക്കാൻ തുടങ്ങിയത് എന്നു മുതൽക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെൺകുട്ടികളുടെ മഹത്വം പഠിപ്പിച്ചു. മാസത്തിലെ മകൻ ഭാര്യമാരുടെ സ്ഥാനം മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ ചുവട്ടിലാണ് സുഖലോക സ്വർഗമെന്ന് അല്ലാഹുവിന്റെ റസൂല് മാതൃത്വത്തിന്റെ മനോഹരമായ പാഠം കുറിച്ചു വെക്കുമ്പോൾ, മാതൃത്വത്തിന്റെ ഒരു പാഠം പറയാനുണ്ടോ? ലോകത്തെ മാതൃദിനങ്ങൾ കടന്നു പോകുമ്പോൾ ഉമ്മാന്റെ വില എന്താണ് എന്ന് പറയാൻ ഇതിനപ്പുറം ഒരു വാക്ക് ലോകത്ത് ആരെങ്കിലും സമർപ്പിച്ചിട്ടുണ്ടോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഉമ്മമാരുടെ, ഭാര്യമാരുടെ, പെൺമക്കളുടെ, സ്ത്രീ സമൂഹത്തിന്റെ നോവും അവരുടെ വേദനകളും അവരുടെ മനസ്സും വളരെ കൃത്യമായി മനസ്സിലാക്കി
വളരെ മനോഹരമായ നിയമങ്ങൾ സംവിധാനിച്ചപ്പോഴാണ് അവരെ മനുഷ്യരായി അംഗീകരിക്കാൻ ലോകത്ത് പലരും മുന്നോട്ട് വന്നത് എന്ന ചരിത്രം പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഖാതലല്ലാഹുൽ യഹൂദ്, യഹൂദികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നശിപ്പിക്കട്ടെ. കാരണം വഹും യഖൂലൂൻ, അവർ പറയുന്നു, അശ്ശൗമു ഫീ സലാസ്, മൂന്ന് വിഭാഗം ആളുകളിൽ വളരെ ശക്തമായ ശൗമുണ്ട്, ദുശകുനമുണ്ട്. ഫിൽ മർഅ, പെണ്ണിലും, വഫിദാർ, അതേപോലെ ഭവനങ്ങളിലും, വഫിൽ ഫറസ്, വാഹനങ്ങളിലും, കുതിരകളിൽ, സ്ത്രീകളിൽ, വീടുകളിൽ ശൗമുണ്ട് എന്ന് യഹൂദികൾ പറയുന്നു. അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ എന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അശ്ശൗമു ഫീ സലാസ് എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ആ ഒരു ഹദീസ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. തങ്ങളുടെ റൂമിലേക്ക് കയറിയപ്പോ കേട്ട വാക്ക് ഇത്രയാണ്, അശ്ശൗമു ഫീ സലാസ്. അതിന് മുമ്പ് റസൂലുള്ള പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കേട്ടിരുന്നില്ല. റസൂലുള്ള ഇങ്ങനെയായിരുന്നു പറഞ്ഞത്, ഖാതലല്ലാഹുൽ യഹൂദ് വഹും യഖൂലൂൻ. ആ വാക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേട്ടില്ല. പിന്നെ കേട്ടത് അശ്ശൗമു ഫീ സലാസ് എന്നതാണ്. ഇനി മഹാന്മാര് മുഹദ്ദിസീകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ശൗമുള്ളവരാണ് എന്ന അർത്ഥത്തിലല്ല. പറഞ്ഞാൽ അനുസരിക്കാത്ത, ഭർത്താവിനെ ചതിക്കുന്ന വഞ്ചകികളായ, ഇസ്ലാമിനെ വലിച്ചെറിയുന്ന പെണ്ണുങ്ങൾ അവർക്ക് ശൗമുണ്ടാകും. അല്ലെങ്കിൽ മോട്ട് കാണിക്കുന്ന, അനുസരണയില്ലാത്ത വാഹനങ്ങൾ, കുതിരകൾ, അവർക്ക് ശൗമുണ്ടാകും. സൗകര്യമില്ലാത്ത വീടുകൾ, അതിൽ ശൗമുണ്ടാകും എന്ന് മഹാന്മാര് അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസാണ് എന്ന് പരിഗണിക്കുമ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ വിഷയത്തിനപ്പുറം നമ്മെ ബോധ്യപ്പെടുത്തിയ മറ്റൊരാശയമുണ്ട്. അൽ ബറക്കത്തു ഫീ സലാസ്. മൂന്ന് കാര്യങ്ങളിൽ ബറക്കത്തുണ്ട്. മൂന്ന് കാര്യങ്ങളിൽ ബറക്കത്തുണ്ട്. ഒന്നാമതായി പറഞ്ഞത് ഫിൽ മർഅ, സ്ത്രീകളിൽ ബറക്കത്തുണ്ട്, പെൺകുട്ടികളിൽ ബറക്കത്തുണ്ട്, വീടുകളിൽ ബറക്കത്തുണ്ട്, കുതിരകളിൽ, വാഹനങ്ങളിൽ ബറക്കത്തുണ്ട്. ബറക്കത്തുള്ളവരായിട്ടാണ് സ്ത്രീകളെ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപക്ഷേ ഏതെങ്കിലുമൊക്കെ ചില ചിന്തകൾ, ഏതെങ്കിലുമൊക്കെ ചില നിയമങ്ങൾ, ഏതെങ്കിലും മതങ്ങളുടെ ചില ആചാരങ്ങൾ, അതൊക്കെ കേൾക്കുമ്പോൾ അതനുസരിച്ച് നമ്മളും ചിലപ്പോൾ അഭിപ്രായം പറയും. അവള് ജനിപ്പിന് വീട്ടിൽ എല്ലാ അഴാബും തുടങ്ങിയത്, രോഗങ്ങൾ വരാൻ തുടങ്ങിയത്, കഷ്ടപ്പാട് നീങ്ങാതെ വന്നത്, കടങ്ങളെ കൊണ്ട് വലഞ്ഞത്. ചിലപ്പോൾ ഒരു പെൺകുട്ടി ജനിച്ചാൽ, അല്ലെങ്കിൽ ഒരു മരുമകൾ വീട്ടിലേക്ക് കയറി വന്നാൽ അതിന്റെയൊക്കെ പേരിൽ ഏറ്റവും വലിയ ദുസ്വപ്നമാണ് എന്ന് പെണ്ണിനെ പഴിച്ചുകൊണ്ട് അങ്ങനെയുള്ള ചില അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതിനൊക്കെ വളരെ ശക്തമായി എതിരാണ്. സ്ത്രീകൾ അവരെ ബറക്കത്തുള്ളവരായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വലിയ മഹത്തായ ഉന്നതമായ സ്ഥാനമാണ് നിങ്ങൾക്ക് നൽകിയത്. ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മക്ക, നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടാണ് നബിയെ? സുമ്മമൻ.
അപ്പോഴും പറഞ്ഞു ഉമ്മക്കാ നിന്റെ ഉമ്മയോട്. മൂന്നാമത്തെ വാക്കിനും മറുപടി അത് തന്നെ. നാലാമതാണല്ലോ ഉപ്പയോട് എന്ന് പറഞ്ഞത്. ഉപ്പമാരെ സഹിക്കാത്ത അതികഠിനമായ 3 ത്യാഗങ്ങൾ 10 മാസക്കാലത്തോളം 9 മാസത്തിലധികം ഗർഭകാലം എന്ന് പറയുന്ന വളരെ ത്യാഗോജ്വലമായ പ്രയാസം അനുഭവിക്കുന്ന കാലം. ആ കാലഘട്ടം ഉമ്മമാര് മാത്രം സഹിച്ചതാണ്, ഉപ്പമാര് സഹിച്ചിട്ടില്ല. വളരെ വേദനകൾ നിറഞ്ഞ ഗർഭകാലം, പലപ്പോഴും ഉറങ്ങാൻ കഴിയാത്ത പല വിഷമങ്ങൾ ശാരീരികവും മാനസികവുമായി അനുഭവിച്ച മാസങ്ങൾ. പൊന്നുമോനെ പൊന്നുമോളെ, നിനക്ക് വേണ്ടി നിന്റെ ഉമ്മ മാത്രമാണ് അത് സഹിച്ചത്. രണ്ടാമത്തെ കാര്യം, മരണവേദന പോലെയെന്ന് പലരും പരിചയപ്പെടുത്തിയ പ്രസവത്തിന്റെ വേദന, വളരെ ശക്തമായ പേറ്റുനോവ്, അത് അനുഭവിച്ചത് നിന്റെ ഉമ്മയാണ്. നിനക്ക് വേണ്ടി പൊന്നുമോളെ പൊന്നുമോനെ നിന്റെ ഉമ്മ അനുഭവിച്ച ആ പേറ്റുനോവ് അത് ഉപ്പമാർ അനുഭവിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം, 2 വർഷക്കാലത്തോളം രാവും പകലും ഉറക്കൊഴിച്ചും ബുദ്ധിമുട്ടിയും നിനക്ക് വേണ്ടി ഉറക്കൊഴിച്ച് നിന്നെ മുലയൂട്ടി താരാട്ടുപാടി വളർത്തിയത്. ഇത് ഒരുപക്ഷേ ഉറക്കിയാലും മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്താലും ഉമ്മ നിനക്ക് തന്ന അമ്മിഞ്ഞപ്പാൽ, മുലയൂട്ടൽ എന്ന് പറയുന്ന ആ ഒരു ദൗത്യം, ഏറ്റവും ശക്തമായ കർത്തവ്യം, അതും നിർവഹിച്ചത് ഉമ്മയാണ്. ഈ 3 ത്യാഗങ്ങൾ ഉമ്മമാരെ നിനക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉപ്പയോടുള്ള ബഹുമാനം പറയുന്നതിനേക്കാൾ, കടപ്പാട് പറയുന്നതിനേക്കാൾ 3 തവണ മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയോടുള്ള കടപ്പാടിന്റെ ഗൗരവം പഠിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൂടെ പഠിപ്പിച്ചു, മാസാന്തം ആർത്തവമുണ്ടാകുമ്പോൾ അമലുകൾ, ഇബാദത്തുകൾ അതൊക്കെ മുടങ്ങുന്ന ആ ദിവസങ്ങൾ, അത് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം വലുതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശാരീരികമായ പ്രകൃതിയ പെണ്ണിന് നൽകുന്ന ഒരു മാസത്തിലെ ആ നിശ്ചിതമായ ദിവസങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ, ഒരമലും ചെയ്യാതെ ആ ഒരു ഘട്ടം അനുഭവിക്കുന്നു എന്ന കാരണത്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമ്മുടെ ഉമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, ഭാര്യമാർക്ക് വലിയ പ്രതിഫലം നൽകുമെന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അശുദ്ധിയുടെ കാലം അശുദ്ധിയാണെങ്കിൽ പോലും ആ അശുദ്ധിയുടെ കാലത്തിന് പ്രത്യേകമായ കൂലി, പ്രതിഫലം ഒരു പണിയും ചെയ്യാതെ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് നൽകും. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മണ്ണ് തിന്നാത്ത ചില ശരീരങ്ങളെ പരിചയപ്പെടുത്തി. അമ്പിയാക്കൾ 1,24,000 നബിമാർ അവരുടെ ശരീരങ്ങളെ മണ്ണ് തിന്നുകയില്ല. അതേപോലെ ഒരുപാട് മഹാന്മാര് മണ്ണ് തിന്നാത്തവരെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചില സ്ത്രീകളുടെ ശരീരങ്ങൾ മണ്ണ് തിന്നുകയില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് പ്രസവത്തോടനുബന്ധിച്ച് ഏതെങ്കിലും ഒരു സഹോദരി മരണപ്പെട്ടാൽ, അങ്ങനെ പലപ്പോഴും നടക്കാറുണ്ടല്ലോ, പ്രസവത്തോടനുബന്ധിച്ചുള്ള മരണങ്ങൾ നടക്കാറുണ്ട്. അങ്ങനെ ഒരു സഹോദരി മരണപ്പെട്ടാൽ ശുഹദാക്കളുടെ പ്രതിഫലമാണ് ലഭിക്കുക. മാത്രമല്ല അവരുടെ ശരീരം മഹാന്മാരായ അമ്പിയാക്കളെ, ശുഹദാക്കളെ, മഹാന്മാരെ, പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ട വലിയ വലിയ മഹാന്മാരെ അവരുടെ ശരീരത്തെ ബഹുമാനിച്ച് സംരക്ഷിക്കുന്നത് പോലെ
മണ്ണും പുഴുക്കളും തിന്നാതെ അവരുടെ ശരീരം പോലും റബ്ബ് സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്നാണ് നമ്മുടെ നേതാവ് ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, സ്ത്രീ സമൂഹത്തിന് വലിയ ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. മാന്യമായി മനുഷ്യർക്കിടയിൽ ജീവിക്കുമ്പോൾ സ്ഥാനമാനങ്ങളെ കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, അധികാരം കൊണ്ട്, സാമൂഹികമായ സംവിധാനങ്ങൾ കൊണ്ട് ഇത്രയേറെ ബഹുമാനം പറഞ്ഞ ഒരു മതം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പോലെ മറ്റൊന്ന് ലോകത്ത് കാണാൻ ആർക്കും കഴിയില്ല. ഇനിയോ പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ വളരെ എളുപ്പത്തിൽ സ്വർഗം നേടാൻ കഴിവുള്ളവർ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സഹോദരി, ഒരു സ്ത്രീ 5 കാര്യങ്ങൾ ചെയ്താൽ, 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ, 4 കാര്യങ്ങൾ ഒരു സഹോദരി ചെയ്താൽ, ഇദാ സല്ലത്ത് ഖംസഹ, 5 വഖത്ത് നിസ്കാരം രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നിർബന്ധമാക്കിയ 5 നേരത്തെ നിസ്കാരം, ആ 5 നേരത്തെ നിസ്കാരത്തിൽ നമ്മുടെ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിച്ചാൽ, വൈദാ ശാമത്ത് ശഹറഹ, പരിശുദ്ധമായ റമളാൻ ശരീഫിൽ നോമ്പ് നോറ്റാൽ, ഇബാദത്തിൽ 2 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇബാദത്തിൽ 2 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഹജ്ജിന്റെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, സക്കാത്തിന്റെ കാര്യം പറഞ്ഞില്ല, മറ്റുള്ള പല ഇബാദത്തുകളും പറഞ്ഞില്ല. അടിസ്ഥാനപരമായി എല്ലാവർക്കും നിർബന്ധമാകുന്ന 2 കാര്യങ്ങൾ, ഉമ്മമാരെ, പെങ്ങന്മാരെ 5 വഖത്ത് നിസ്കരിച്ചാൽ, പുണ്യമായ റമളാൻ ശരീഫിൽ നോമ്പെടുത്താൽ, പിന്നെ പറഞ്ഞ 2 കാര്യങ്ങൾ, വൈദാ അതാഅത് ബഅലഹാ, ഭർത്താവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ, വൈദാ ഹസനത്ത് ഫർജഹാ, ഹറാമുകളിൽ നിന്ന്, അവിഹിത ബന്ധങ്ങളിൽ നിന്ന്, വ്യഭിചാരങ്ങളിൽ നിന്ന് ശരീരത്തെ, അവയവങ്ങളെ കാത്തുസൂക്ഷിക്കുകയും ചെയ്താൽ, ഫുത്തിഹത്ത് ലഹാ അബ്വാബുൽ ജന്നത്തി സമാനിയ, സുഖലോക സ്വർഗത്തിന്റെ 8 വാതിലുകളും അവളുടെ മുന്നിൽ തുറക്കപ്പെടുമെന്ന് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 വാതിലുകളെയുള്ളൂ. ആ 8 വാതിലുകളും തുറക്കപ്പെടുന്ന ആളുകൾ പുരുഷന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എണ്ണിപ്പറഞ്ഞത് മഹാരനെ പോലെ അഖ്ലാഖ് റബ്ബിനുണ്ട് മുത്തറത്, അതിന് മുഅ്മിനിനുണ്ട്, എന്നാൽ അവനത് സ്വർഗത്തിലേക്ക് കടക്കുവാനുതകുന്നതാ എന്നും ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഉൾപ്പെടെ ധാരാളം സഹാബിമാരുള്ള ഒരു സദസ്സിൽ മഹാനായ മുത്തുനബി ഒരിക്കൽ പറഞ്ഞു, രാജാതിരാജനായ റബ്ബിന് അല്ലാഹുവിന്റെ മനോഹരമായ 360 നൽകുന്നുണ്ട്. റബ്ബിന് 360 സൽസ്വഭാവങ്ങളുണ്ട്. അല്ലാഹുവിന്റെ അഖ്ലാഖുകളിൽ ഏതെങ്കിലും ഒരു സൽഗുണം, ഒരു സൽസ്വഭാവം ഒരു മുഅ്മിനിനുണ്ടായാൽ അക്കാരണത്താൽ അവൻ സുഖലോക സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. ഏതൊക്കെയാണ് നബിയെ, മുത്ത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഭാവങ്ങളെന്ന് ചോദ്യമല്ല, ഏതൊക്കെയാണ് ആ സ്വഭാവങ്ങളെന്ന് എണ്ണിപ്പടിക്കാനല്ല അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു നബിയോടങ്ങ് ചോദിച്ചു, നബിയെ എന്നിൽ ഇവയിൽ ഒന്ന്. അല്ലാഹുവിന്റെ റസൂല് ഇവയിലേതെങ്കിലും ഒരു സ്വഭാവം, എല്ലാ സ്വഭാവങ്ങളും എണ്ണിപ്പടിക്കലല്ല ആഗ്രഹം, സുഖലോക സ്വർഗത്തിലേക്ക് പോകണം മുത്തുനബിയെ. എന്നെ അറിയുന്ന, എന്റെ സ്വഭാവങ്ങൾ അറിയുന്ന, എന്റെ എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്ന, എന്റെ സ്വഭാവങ്ങളെ നന്നായിട്ട് അറിയുന്ന അല്ലാഹുവിന്റെ റസൂല് ആ സൽസ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എന്നിലുണ്ടോ? മഹാനായ മുത്തുനബി പറഞ്ഞത്,
ഇവയുണ്ട് നിങ്ങളിൽ കൊല്ലുമെന്നാണുടനടി തിരുമുസ്തഫായിൽ നിന്നു വന്ന മറുപടി. പ്രിയപ്പെട്ട അബൂബക്കറെ, സുഖലോക സ്വർഗത്തിലേക്ക് പോകാൻ 60 സൽസ്വഭാവങ്ങൾ, സൽഗുണങ്ങൾ അത് മുഴുവനും നിങ്ങളിലുണ്ട്. നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറിച്ചെല്ലാൻ പോകുമ്പോ, സുഖലോക സ്വർഗത്തിലേക്ക് നിങ്ങളെ റഹ്മത്തിന്റെ മലായികത്തെ കൈപിടിച്ചു കൊണ്ടുപോകുമ്പോ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. ഇഷ്ടമുള്ള വാതിലിലൂടെ നിങ്ങൾക്ക് സുഖലോക സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെപ്പോലെ അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകം എടുത്തു പറഞ്ഞത് പുരുഷന്മാരുടെ കൂട്ടത്തിൽ വളരെ അപൂർവം ആളുകൾക്കാണ്. എന്നാൽ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ ഭാര്യമാർ, സഹോദരിമാർ കാര്യങ്ങളിൽ അവർ ശ്രദ്ധിച്ചാൽ 5 വഖ്ത് നിസ്കാരത്തിൽ കണിശതയുണ്ടാവണം. റമദാൻ ശരീഫിൽ നോമ്പ് നോൽക്കണം. ഹജ്ജ് വേണ്ട, സക്കാത്ത് വേണ്ട എന്നല്ല. ഹജ്ജും സക്കാത്തും എല്ലാവർക്കും നിർബന്ധമായി തീരുന്നതല്ല. അത് നിർബന്ധമാകുന്ന ഉമ്മമാർ അവരത് നിർവഹിക്കുകയും വേണം. പിന്നെയോ ഭർത്താവിന് വഴിപ്പെടുക, ഭർത്താവിനെ അനുസരിക്കുക, ഹറാമുകളിൽ നിന്ന് ഗുഹ്യസ്ഥാനത്തെ മാത്രമല്ല ശരീരത്തെ മുഴുവനും വ്യഭിചാരത്തിന്റെ അവിഹിത ബന്ധങ്ങളിൽ കസക്കുക. പൊതുവെ നമ്മൾ ചിന്തിച്ചാൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ഉമ്മമാര് പെങ്ങന്മാര് ആരും പുറകിലല്ല. നോകാര്യത്തിലൊക്കെ അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗം കണ്ടു നരകം കണ്ടു തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞത്, നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളെയാണ് എന്നുള്ളതാണ്. എന്തേ കാരണം? അവസാനം പറഞ്ഞ 2 കാര്യങ്ങളിൽ പറ്റിപ്പോകുന്ന അബദ്ധങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ഓരോ ദിവസവും പത്രമാധ്യമങ്ങളും മീഡിയയും ചാനലുകളും അതൊക്കെ ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുതരുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, വളരെയേറെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. ജീവിതം എന്നത് അതൊരു യാഥാർത്ഥ്യമാണ്. ജീവിതം എന്നത് ഒരു സ്വപ്നമല്ല. ജീവിതം എന്നത് ദുനിയാവിന്റെ പ്രത്യേകമായ പരിതസ്ഥിതിയിൽ രാജാതിരാജനായ റബ്ബ് തആല ചിട്ടപ്പെടുത്തിയത്. അതിൽ സുഖങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, വേദനകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, സന്തോഷത്തിന്റെ നിമിഷങ്ങളുണ്ട്. എല്ലാം കൂടിക്കലരുന്നതാണ് ദുനിയാവിലെ ജീവിതം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോരുത്തർക്കും കണക്കാക്കിയ ആ കണക്ക് അത് റിസ്ക്കിലും മക്കളിലും സംവിധാനങ്ങളിലും പടച്ച റബ്ബ് കണക്കാക്കിയതാണ് നമുക്ക് ലഭിക്കുക. ഉള്ള ഭർത്താവ് പോരാ. ആ ഭർത്താവിന്റെ സ്വഭാവങ്ങളിലോ പെരുമാറ്റങ്ങളിലോ ഒരുപക്ഷേ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം. അതിന്റെ പേരിൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് മഹാനായ റളിയല്ലാഹു ബർക്കത മഹാനവറുകളുടെ തിരുമുറ്റത്തെ പരിശുദ്ധമായ മജ്ലിസ് അത് വഷളാക്കാൻ ആഗ്രഹിക്കുകയല്ല. ചിന്തിക്കണം, വളരെയേറെ ഗൗരവത്തിൽ ആലോചിക്കണം. എന്തിന്റെ പേരിൽ ഒരുപക്ഷെ ഭർത്താവ് പരുക്കമായി ഒന്ന് സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് പരുക്കമായി ഒന്ന് പെരുമാറിയാൽ പാവപ്പെട്ട നമ്മുടെ ഉമ്മമാരുടെ പെങ്ങന്മാരുടെ മനസ്സ് എവിടുന്നോ ആരോ മൊബൈൽ ഫോണിലേക്ക് ഒരു മിസ് കോൾ വന്ന് അതിലൂടെ പരിചയപ്പെട്ട് കൊഞ്ചിക്കൊഴഞ്ഞ് വർഷങ്ങളോളം അറിയാത്ത കാണാത്ത ഒരുത്തനുമായി ബന്ധപ്പെട്ട് അവൻ പറയുന്ന വഴിക്ക് സ്വന്തം ഭർത്താവിനെ മക്കളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന എത്രയെത്ര സഹോദരിമാർ. അവിഹിത ബന്ധങ്ങൾ ഇപ്പോ ഫേസ്ബുക്കിലും വാട്സപ്പിലും മീഡിയകളിൽ ചെറുപ്പക്കാർ വളരെ ആശങ്കയോടെ വേദനയോടുകൂടെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അന്യമതസ്ഥരായ ആളുകളുടെ കൂടെ ഇറങ്ങിപ്പോയ എത്രയോ പെൺകുട്ടികളുടെ ചിത്രങ്ങളും അനുഭവങ്ങളും അവരുടെ ചരിത്രങ്ങളും അത് കണ്ടാൽ കേട്ടാൽ തോന്നിപ്പോകും അന്യമതരായവരുടെ കൂടെ പോകാണ് ചെയ്യുന്നത്. അത് മാത്രമാണ് തെറ്റ്.
അത് മാത്രമാണ് വ്യഭിചാരം. വ്യഭിചാരമായി തീരാൻ മതത്തിന്റെ അതിർവരമ്പ് വേണോ? മുസ്ലിമാണെങ്കിലും അല്ലെങ്കിലും വ്യഭിചാരം വ്യഭിചാരമല്ലേ? അവിഹിത ബന്ധം അവിഹിത ബന്ധമല്ലേ? ആരുടെ കൂടെയാണെങ്കിലും എന്തിന്റെ പേരിലാണ് ഈ മോഹങ്ങൾ ഉദിച്ചു വരുന്നത്? അത് കല്യാണം കഴിഞ്ഞവരാണെങ്കിലും അല്ലെങ്കിലും നിയന്ത്രിക്കേണ്ടതുണ്ട്. ആ നിയന്ത്രണത്തിന്റെ ഏറ്റവും വലിയ ശക്തമായ ഉത്തരവാദിത്തം നമ്മുടെ ഉമ്മമാർക്ക്, കുടുംബിനികൾക്ക് തന്നെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാമ്പത്തികമായ സൗകര്യം തന്നപ്പോ ഈ സംവിധാനങ്ങൾ, എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമുള്ള മൊബൈൽ ഫോണുകളും നോട്ട് പാഡുകളും നോട്ട്ബുക്കുകളും കമ്പ്യൂട്ടറുകളും ടെലിവിഷനും ചാനലും എല്ലാം നമ്മുടെ സമുദായത്തെ, നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ യുവാക്കളെ, നമ്മുടെ സഹോദരിമാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ഈ ആശയങ്ങൾ, അവിഹിതമായ ബന്ധങ്ങൾ, അതൊരു വിഷയമേ അല്ലാത്ത ഈ കാലഘട്ടത്തിൽ ഞാൻ ഓർമ്മയാണ്, ഭർത്താക്കന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് നൽകേണ്ടത് ഏറ്റവും ശക്തമായി സ്നേഹമാണ്. മലയാള ഭാഷയിൽ ഒരുപക്ഷേ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരണം നടത്തുന്നവനും, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവളും. ഭരണം എന്ന ആ ഒരു വാക്കിൽ നിന്നാണ് ഭർത്താവ്, ഭാര്യ എന്ന വാക്കുകൾ പോലും ഉണ്ടായത്. ഇസ്ലാം കുടുംബജീവിതത്തെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. മഹാനായ മുത്തുനബി പഠിപ്പിച്ചത് സൗജൈൻ എന്നാണ്, ഇണകൾ. രണ്ടുപേരും പരസ്പരം ഇണക്കമുണ്ടാകേണ്ട ഇണക്കുരവികൾ, ഇണകൾ. അങ്ങേയറ്റം സ്നേഹം കൈമാറേണ്ട ഇണകൾ. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും വലിയ കാരുണ്യമായി പുരുഷന്റെ കൽവിൽ പ്രകൃതി ഇട്ടുകൊടുത്ത റഹ്മത്ത്, മവദ്ദത്ത്, പെണ്ണിന്റെ മനസ്സിലും ഇട്ടുകൊടുത്ത ആ കാരുണ്യവും സ്നേഹബന്ധവും അത് പരസ്പരം കൈമാറി ബാധ്യതകൾ നിറവേറ്റേണ്ട ഇണകളായിട്ടാണ് പരിചയപ്പെടുത്തിയത്. അവിടെ ഒരാൾ ഭരണാധികാരിയും ഒരാൾ മേലാളനും മറ്റേയാൾ നമ്മുടെ ഉമ്മമാർ, ഭാര്യമാർ വപ്പാട്ടികളായി അടിമപ്പണി എടുക്കേണ്ടവരുമാണ് എന്ന് അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടായി പോകരുത്. അങ്ങനെയുള്ള ഭർത്താക്കന്മാർ കുറ്റവാളികളാണ്. ഭാര്യമാരെ അടിമകളെ പോലെ അവരെ അടിച്ചും തൊഴിച്ചും ചീത്ത പറഞ്ഞും ശകാരിച്ചും ഒരവകാശവും ഒരു അധികാരവും നൽകാതെ ഭാര്യയാണ് എന്ന അധികാരത്തോടുകൂടെ അങ്ങനെ പെരുമാറുന്ന ഭർത്താക്കന്മാർ കുറ്റവാളികളാണ്. അവർ ചെയ്യുന്നത് തെറ്റാണ്. എന്നാൽ ഭർത്താവിന് മേൽക്കോയ്മ ഇല്ല എന്നല്ല. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. അവർക്ക് മേൽക്കോയ്മയുണ്ട്, അവർക്ക് അധികാരങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ അധികാരങ്ങൾ അടിക്കാനും തകർക്കാനും മർദ്ദിക്കാനുമുള്ള അധികാരങ്ങളാണ് എന്ന് മനസ്സിലാക്കിയതാണ് അബദ്ധം. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെയുള്ള കുടുംബ സംവിധാനം, അതിൽ നിന്ന് പുറകോട്ട് പോയപ്പോഴാ ഈ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു പോകുന്നത്. എന്നാലും രാജാതിരാജനായ റബ്ബ് തആല ഓരോരുത്തരുടെ പ്രകൃതവും സ്വഭാവവും അങ്ങനെ കണക്കാക്കി രൂപപ്പെടുത്തി ഉമ്മമാരെ. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ്? ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിനെ കൊണ്ടുള്ള ഉപദ്രവം സഹിച്ചാൽ ആ ഭാര്യയ്ക്ക് നാളെ പരലോകത്ത് റബ്ബ് തആല കൊടുക്കുന്ന പ്രതിഫലം ഏത് പ്രതിഫലമാണെന്നറിയുമോ? മഹതിയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് നൽകിയ പ്രതിഫലം. അല്ലാഹു അക്ബർ. ഒരു ഭർത്താവിനെ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു വനിത ചരിത്രത്തിലുണ്ടായിട്ടില്ല. ആസിയ ബീവിയുടെ ഭർത്താവ് അന റബ്ബുക്കുമുൽ ആല എന്ന് പ്രഖ്യാപിച്ച ഏറ്റവും വലിയ ധിക്കാരിയായ ഫറോവ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അത്രത്തോളം ഭർത്താവിനെ കൊണ്ട് നമ്മൾ ആരും പൊറുതിമുട്ടിയിട്ടില്ലല്ലോ.
ഒരുപക്ഷെ അള്ളാഹു നൽകിയ ഭർത്താവിന്റെ സ്വഭാവ രീതികളെ കൊണ്ട് നമുക്ക് മനം മടുത്തു, പ്രയാസങ്ങളുണ്ടായി, ജീവിതത്തിലെ വേദനകളുണ്ടായി. അവിടെ ഉമ്മമാരുടെ ഭാര്യമാരുടെ ബാധ്യത ക്ഷമിക്കലാണ്. അള്ളാഹു എനിക്ക് ദുനിയാവിൽ കണക്കാക്കിയത് ഇതാണ് എന്നാശ്വസിച്ച് ക്ഷമിക്കാനാണ് മുത്തനബി പഠിപ്പിച്ചത്. ആ ക്ഷമക്ക്, ആ സബറിന് കിട്ടുന്ന പ്രതിഫലം ആസിയ ബീവിക്ക് അല്ലാഹു കാണുന്ന ഒരുപക്ഷെ നേരെ തിരിച്ചുമുണ്ടാകും. ഭാര്യമാരെ കൊണ്ട് പൊറുതിമുട്ടിയ ഭർത്താക്കന്മാരുമുണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെയുള്ള ഭർത്താക്കന്മാർ മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിനെ പോലെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പോലെ ഉള്ള പ്രതിഫലം ഭാര്യമാരെ കൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ച പ്രവാചകന്മാർ, നബിമാർ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അനുസരണയില്ലാത്ത ധിക്കാരികളായ ഭാര്യമാർ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ പോലെ പല പ്രവാചകന്മാരുടെ ജീവിതത്തിലും കഴിഞ്ഞുപോയി. ആ നബിമാർക്ക് കിട്ടുന്ന പ്രതിഫലം ദുസ്വഭാവമുള്ള ഭാര്യമാരെ കൊണ്ട് പൊറുതിമുട്ടിയ ഭർത്താക്കന്മാർക്ക് ലഭിക്കും. അവർ ക്ഷമിച്ചാൽ, എന്തെങ്കിലും നിസ്സാരമായ കാരണത്തിന്റെ പേരിൽ ഭാര്യയെ തലാഖ് ചെല്ലാനോ അല്ലെങ്കിൽ ഭർത്താവിനെ ഇട്ടെറിഞ്ഞ് മറ്റുപുരുഷന്റെ കൂടെ ഓടിപ്പോകാനോ അല്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. പലരും പറയുന്ന ചില കാരണങ്ങളുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിലെ ചില യുവാക്കൾ, ചെറുപ്പക്കാർ കല്യാണം കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞപ്പോ അന്നത്തേതുപോലെയുള്ള സൗന്ദര്യമല്ല, ഇപ്പോൾ തടി കുറച്ച് കൂടിപ്പോയി, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സൗന്ദര്യം കുറച്ച് കുറഞ്ഞുപോയി എന്ന് കാരണം കണ്ടെത്തിയിട്ട് മറ്റു പല കാരണങ്ങളും ഉണ്ടാക്കി ഭാര്യയെ തലാഖ് ചെല്ലാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾ, ചെറുപ്പക്കാർ. പുണ്യമോനെ, രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിൽ ഓരോന്ന് കണക്കാക്കി വെച്ചു. ഉമ്മമാരെ, പെങ്ങന്മാരെ നമുക്കും റബ്ബ് കണക്കാക്കി. നമ്മുടെ ഭർത്താവ് ഇന്നയാള്, നമ്മുടെ ഭാര്യ ഇന്നയാള്, നമ്മുടെ മാതാവ്, നമ്മുടെ പിതാവ്, നമ്മുടെ മക്കൾ ഇവരാണ്. പൊന്നുമോനെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മാക്ക് സൗന്ദര്യമില്ല എന്ന കാരണത്താൽ ആ ഉമ്മയോടുള്ള ബന്ധം അറുത്ത് മുറിച്ച് മാറ്റാൻ കഴിയുമോ? നിന്റെ പെങ്ങൾ സുന്ദരിയല്ല എന്ന കാരണത്താൽ അവളോടുള്ള ബന്ധമില്ലാതാകുമോ? നീ സുന്ദരനാണ്, നിന്റെ ഭാര്യയും സുന്ദരിയാണ്. നിങ്ങൾക്ക് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന ഒരു പൊന്നുമോൾ, ആ മോള് സൗന്ദര്യമില്ലാത്തവളായി, അവള് വികലാംഗയായി, രോഗമുള്ളവളായി, കണ്ണു കാണാത്തവളായി, അവൾ ഒരിക്കലും ഒരുങ്ങിയിട്ടവൾ. ആ പൊന്നുമോളെ നിന്റെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ, നിയമമുണ്ടോ? നിനക്ക് മകളെ കണക്കാക്കിയ റബ്ബ്, നിന്റെ ഉമ്മയെ കണക്കാക്കിയ, നിന്റെ പെങ്ങളെ കണക്കാക്കിയ റബ്ബ്, ആ റബ്ബ് തന്നെയാണ് നിനക്കൊരു ഭാര്യയെ കണ്ടുവച്ചത്. ആ ഭാര്യയുടെ സ്വഭാവം, ആ ഭാര്യയുടെ സൗന്ദര്യം, അതുകൊണ്ട് തൃപ്തിപ്പെടാനും പൊരുത്തപ്പെടാനും നമുക്ക് ബാധ്യതയുണ്ട്, ഉമ്മമാർക്ക് ഭാര്യമാർക്കും. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ ഉപ്പയെ പോലെ, നിങ്ങളുടെ ആങ്ങളെ പോലെ, നിങ്ങളുടെ മക്കളെ പോലെ അല്ലാഹു നിങ്ങൾക്ക് കണക്കാക്കിയതാ ഭർത്താവിനെയും. അതുകൊണ്ട് തന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ സഹനമാണ്, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യലാണ്, സഹിക്കലാണ്, ക്ഷമിക്കലാണ്. ദുനിയാവ് സുഖം തന്നെയാവണം എന്ന് പറഞ്ഞാൽ, ദുനിയാവ് ഒരു ദുഃഖവുമില്ലാത്ത, ഒരു പ്രയാസവുമില്ലാത്ത സുഖലോലുപത മാത്രമാവണം എന്ന് ശഠിച്ചാൽ, ഭർത്താക്കന്മാരൊക്കെ അതീവ സുന്ദരന്മാരാവണം എന്ന് നിർബന്ധം പിടിച്ചാൽ, ഭാര്യമാരൊക്കെ ഹൂറികളെ പോലെ സുന്ദരിമാരാവണം എന്ന് എല്ലാവരും തീരുമാനിച്ചാൽ, പിന്നെ ഇത് ദുനിയാവല്ലല്ലോ. സുഖലോക സ്വർഗം എന്നത് അപ്പുറത്ത് വരാനുണ്ട്. അവിടേക്ക് എത്തിപ്പെടാനുള്ള പരീക്ഷണങ്ങൾ അത് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും എമ്പാടും രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായി നൽകും. അവിടങ്ങളിൽ സഹിക്കുക, ക്ഷമിക്കുക. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. ഈമാൻ എന്നത് ഏറ്റവും വലിയ സംഗതിയാണ്. ഈമാൻ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ പകുതിയാണ് ക്ഷമ എന്ന് പറയുന്നത്. ആ ക്ഷമ ഇവിടെയൊക്കെ ബാധകമാണ്. എവിടെയും ക്ഷമ നമുക്കൊക്കെ ബാധ്യതയും ബാധകവുമാണ്.
എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ചെറുപ്പക്കാരെ, സൗന്ദര്യത്തിനപ്പുറം മറ്റുള്ള സൗകര്യങ്ങൾക്കപ്പുറം ദീനുണ്ടാവുക, അതാണ് ഏറ്റവും വലിയ വിജയത്തിന്റെ അടിത്തറ. ദീനുണ്ടോ, അതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം നൽകേണ്ടത്. മഹാനായ അമീറുൽ മുഅ്മിനീൻ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാ സമയങ്ങളിൽ, ഒഴിവുവേളകളിൽ, അത് രാവും പകലും ഒരു സമയവും നഷ്ടപ്പെടുത്താതെ ജനങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് യാത്രയാകും. ഗ്രാമഗ്രാമാന്തരങ്ങളിൽ, ഊടുവഴികളിൽ. ഒരു ദിവസം പാതിരാ സമയത്ത് ഒരു കുഗ്രാമത്തിലൂടെ മഹാനായ ഉമർ റളിയല്ലാഹു തആല നടന്നു പോകുമ്പോഴാണ് ഒരു ചെറിയ ചെറ്റക്കുടിലിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. മോളെ, പൊന്നുമോളെ, എഴുന്നേൽക്ക്, പാലിൽ വെള്ളം ചേർക്ക് മോളെ. ഉമ്മയാണ് പറയുന്നത്. പൊന്നുമോള് പറഞ്ഞു, ഉമ്മ, പാലിൽ വെള്ളം ചേർക്കുന്നത്, മായം ചേർക്കുന്നത്, ഭക്ഷണത്തിൽ മായം ചേർക്കുന്നത് തെറ്റാണ് ഉമ്മ. അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഉമ്മ. നമ്മുടെ ഭരണാധികാരി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വലിയ ശിക്ഷയാണ് ഭക്ഷണത്തിൽ മായം ചേർക്കുന്നതിന്, പാലിൽ വെള്ളം ചേർക്കുന്നതിന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉമ്മ. ഉമ്മ പറഞ്ഞു, പൊന്നുമോളെ, അങ്ങകലെ മദീനയിൽ, നാം ഇങ്ങകലെ ഇവിടെ ഈ പാതിരാത്രി, അവിടെയുള്ള ഭരണാധികാരി ഉമർ ഈ പാതിരാ സമയത്ത് അറിയുമോ നമ്മൾ ചെയ്യുന്നത്? ആ ഉമറെ കാണുമോ നാം പാലിൽ വെള്ളം ചേർക്കുന്നത്? അതുകൊണ്ട് പൊന്നുമോളെ, ഈ എഴുന്നേറ്റ് പാലിൽ വെള്ളം ചേർക്കണം. എന്നാലേ നാളെ നേരം പുലർന്നാൽ അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റാൽ നമുക്ക് കൂടുതൽ പണം കിട്ടൂ പൊന്നുമോളെ. ഇത് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരിയായ പൊന്നുമോള് പറഞ്ഞു, ഉമ്മ, ഭരണാധികാരി അങ്ങ് അകലെയാണെങ്കിൽ ഭരണാധികാരി കാണാതെ ഭരണാധികാരിയുടെ കണ്ണിൽ പൊടിയിടാൻ നമുക്ക് സാധിച്ചാലും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അറിയാതെ കാണാതെ ഈ തെറ്റ് നാം ചെയ്താലും കാണുന്ന ഒരുത്തനുണ്ട്, മേലെയായ തമ്പുരാൻ. പാതിരാ സമയത്ത്, ഈ സമയത്ത് ഒരു തൂങ്ങിയിറക്കം പോലുമില്ലാത്ത അല്ലാഹു, ആരാധനായ റബ്ബിന്റെ കാതിലും കണ്ണിലും നമുക്ക് മറ സൃഷ്ടിക്കാൻ കഴിയില്ല ഉമ്മ. അല്ലാഹു കാണാതെ, അറിയാതെ, അല്ലാഹു അറിയാതെ ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പടച്ച റബ്ബ് കാണുന്നു ഉമ്മ. ഈ തെറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല ഉമ്മ. ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. രാജാതിരാജനായ റബ്ബിന്റെ ശിക്ഷയെ ഞാൻ പേടിക്കുന്നു. അല്ലാഹുവിനെ തഖ്വ ചെയ്യണം ഉമ്മ, നമ്മൾ ചെയ്യാൻ പാടില്ല ഉമ്മ എന്ന് ഉമ്മയെ പഠിപ്പിച്ചു കൊടുക്കുന്ന, ഉമ്മയോട് പറഞ്ഞു കൊടുക്കുന്ന പൊന്നുമോൾ ഇത് കേട്ടപ്പോ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മടങ്ങി വന്ന നേരം പുലർന്നപ്പോ മക്കളെ വിളിപ്പിച്ചു. അമീറുൽ മുഅ്മിനീൻ തന്റെ സന്താനങ്ങളെ, ആൺമക്കളെ വിളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, ഞാനൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ടിട്ടില്ല. അവൾക്ക് എത്രത്തോളം സൗന്ദര്യമുണ്ട്, അവൾ വിരൂപിയാണോ ഉമർ റളിയല്ലാഹു തആല അൻഹു കണ്ടിട്ടില്ല. അവൾ അറവട്ടം എങ്ങനെയാണ് അത് ഒറ്റ നോട്ടത്തിൽ ബോധ്യപ്പെട്ടതാ. ആരാരുമില്ലാത്ത ഒരു ഉമ്മയും മോളും, സമ്പത്തും മനസ്സിലായി ഒരു ചെറിയ ചെറ്റക്കുടിൽ, പണമില്ലാത്തത് കൊണ്ട് ആ പാലിൽ വെള്ളം ചേർത്തുകൊണ്ട് കൂടുതൽ പണം കിട്ടാനുള്ള തന്ത്രങ്ങൾ മെനയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒന്നേ ബോധ്യപ്പെട്ടുള്ളൂ, ആ പെൺകുട്ടിയുടെ സൽസ്വഭാവങ്ങളിൽ ഒരേ ഒരു കാര്യമേ മഹാനവർക്ക് ബോധ്യപ്പെട്ടിട്ട്, രാജാതിരാജനായ റബ്ബിനെ ഭയപ്പെടുന്ന, തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള, ദീനീ ബോധമുള്ള, ധാർമ്മിക ബോധമുള്ള ഒരു പെൺകുട്ടിയാണ്. സൗന്ദര്യമുണ്ടോ, തറവാടുത്തുണ്ടോ, സമ്പത്തുണ്ടോ, അതൊന്നും മാനദണ്ഡമല്ല. ദീനുണ്ടോ? മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുവച്ചു എന്ന് പറഞ്ഞപ്പോ ആസിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അവളെ ഞാൻ കെട്ടിക്കൊള്ളാം, അവളെ ഞാൻ കല്യാണം കഴിച്ചുകൊള്ളാം. ഉമർ റളിയല്ലാഹു തആല അൻഹു എന്റെ മകൻ സമ്മതിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു
അലൈഹി ഇസ്ലാമിനെ കളിയാക്കി ആക്ഷേപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി വല്ല പ്രളയവുമുണ്ടായാൽ സാവി ഇലാ ജബൽ, ഞാൻ വല്ല മലയും കയറി രക്ഷപ്പെടും, നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ധിക്കാരത്തോടുകൂടെ ഇറങ്ങിപ്പോയ പുറംതിരിഞ്ഞു പോയ കനാൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോ അപ്പോഴും പറഞ്ഞു, പടച്ചവനെ എന്റെ മോനാണല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് താക്കീദിന്റെ സ്വരത്തിൽ പറഞ്ഞു, ഖാല യാ നൂഹ് ലൈസ മിൻ അഹ്ലിക്, മഹാനായ നൂഹ് നബിയെ അവനെ വിട്ടേക്ക്, അവൻ തമ്മാടിയാണ്, അവൻ നിങ്ങളുടെ മകനല്ല എന്നല്ല പറഞ്ഞത്. ലൈസ മിൻ അഹ്ലിക്, അവൻ നിങ്ങളുടെ അഹ്ലുകാരനെ അല്ല, അവനെ വലിച്ചെറിഞ്ഞോളൂ എന്ന് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല. അതും ഒരു മകനാണ്. മറ്റൊരു പൊന്നുമോൻ ഈ പുണ്യമായ ദുൽഹജ്ജിന്റെ മനോഹരമായ രാപ്പകലുകൾ കടന്നുപോകുമ്പോ, ഹജ്ജിന്റെ വെളിയാളങ്ങൾ കേൾക്കുമ്പോ, പരിശുദ്ധമായ തർവിയത്തിന്റെയും അറഫയുടെയും ദിവസങ്ങൾ വരാനിരിക്കുമ്പോ, ബലിപെരുന്നാളിന്റെ അയ്യാമത്തെ തശ്രീഖിന്റെ ദിവസങ്ങൾ കടന്നു വരുമ്പോ നാമൊക്കെ ആവേശത്തോടുകൂടെ ഓർക്കുന്ന ഒരു കുടുംബമുണ്ട്, ഒരു പ്രവാചക കുടുംബം. ആ കുടുംബത്തിലെ പിതാവ് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം, മാതാവ് സയ്യിദത്തുനാ ഹാജർ റളിയല്ലാഹു തആല അൻഹ, ആ ദാപ്പന്റെ വല്ലറിയിലെ പൊന്നോമന മകൻ മഹാനായ സയ്യിദനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. എന്താ പറഞ്ഞത്? പിതാവ് പറഞ്ഞാൽ അനുസരിക്കുന്ന, മാതാവ് പറഞ്ഞാൽ അനുസരിക്കുന്ന, നാട്ടുകാരുടെ സ്നേഹനിധിയായ, എല്ലാവരുടെയും മുത്തക്കാരനായ മഹാനായ പൊന്നോമന സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം സന്നിഗ്ധഘട്ടത്തിൽ രാജാതിരാജനായ റബ്ബ് തആല അവന്റെ കൽപ്പന വന്നപ്പോ, അത് റബ്ബിന്റെ ഒരു കൽപ്പനയായിരുന്നു. എന്തിനു വേണ്ടി? അല്ലാഹുവിനു വേണ്ടി, രാജാതിരാജനായ റബ്ബിനു വേണ്ടി എല്ലാ ബന്ധങ്ങളെയും മറുത്തു മാറ്റാൻ, സ്വന്തം ശരീരത്തോട്, സ്വന്തം താൽപര്യങ്ങളോട്, സ്വന്തം ദേഹത്തുകളോട്, സമ്പത്തിനോട്, മക്കളോട്, ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയോട്, പൊന്നോമന മകനോട് ആ ബന്ധം പോലും റബ്ബിനു വേണ്ടി അറുത്തു മുറിച്ചു മാറ്റാൻ തയ്യാറുണ്ടോ എന്ന പരീക്ഷണത്തിന്റെ പടച്ച റബ്ബിന്റെ അറിയിപ്പ് വന്നു. സ്വന്തം മകനെ കഴുത്തിൽ കത്തിവെക്കണമെന്ന് മകനോട് അഭിപ്രായം പറഞ്ഞു. മോനെ, അല്ലാഹുവിന്റെ കൽപ്പന എങ്ങനെ ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞതെന്താ? ഉപ്പ, അത് നിങ്ങൾ വല്ല പേക്കിനാവും കണ്ടതായിരിക്കുമെന്നല്ല, അല്ലെങ്കിൽ കരുണാകടാക്ഷത്തിന്റെ കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ കൽപ്പിക്കുമോ ഉപ്പ? അത് അല്ലാഹുവിന്റെ കൽപ്പനയാവൂല. നിങ്ങൾ സ്വപ്ന നേരത്തെ പറഞ്ഞ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ കനാന്റെ ഉമ്മയായ ആ ഭാര്യ വടക്കായിരുന്നു, മോശമായിരുന്നു. ആ ഭാര്യ മോശമായപ്പോൾ മകനും മോശമായി. ഉമ്മമാരെ നന്നാവണം, നമ്മുടെ പെൺമക്കൾ നന്നാവണം, നമ്മുടെ കുടുംബത്തിന്റെ വെളിച്ചം കൊളുത്തേണ്ടവർ, അവർക്ക് തഖ്വയുണ്ടാകണം, ഇൽമുണ്ടാകണം, ദീനീ ബോധമുണ്ടാകണം. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകൻ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, മഹാനായ ഉസ്താദോട് സൂചിപ്പിച്ച അടിവരയിട്ട കാര്യമെന്താ? നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവണം, അവരുടെ മതപരമായ പുരോഗതി, അവർക്ക് ഇൽമുണ്ടാവണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ മദ്രസകളിൽ +2 തുടങ്ങണമെന്ന് തീരുമാനിക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം പോലും പെൺകുട്ടികൾക്ക് ഉന്നതമായ മതപഠനം ലഭിക്കുക എന്ന താൽപര്യത്തോടുകൂടെയാണ്. ആൺകുട്ടികൾക്ക് പഠിക്കാൻ, കിതാബുകൾ ഓതാൻ, ഉന്നതമായ ഖുർആനും ഹദീസും ഫിഖ്ഹും അഖീദയും ദീനും തസവ്വുഫും താരീഖും അതൊക്കെ പഠിക്കാൻ പള്ളി ദർസുകൾ ധാരാളമുണ്ട്, അറബി കോളേജുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ പെൺകുട്ടികൾക്ക് ഉന്നതമായ സാമാന്യമായ ദീനിയായ ഇൽമ് കിട്ടണം. ആ ഒരു ചിന്തയിൽ നിന്നാണ് ആൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ല, എന്നാൽ മദ്രസയിലെ +2 പെൺകുട്ടികൾക്ക് മാത്രവുമാണ് എന്നുമല്ല, എന്നാൽ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത ആ ഒരു സംവിധാനം പോലും രൂപപ്പെടുത്തിയത്, ആ ഒരു സിലബസ് സംവിധാനിച്ചത്. നമ്മുടെ പെൺകുട്ടികൾക്ക് ഇൽമ് പഠിപ്പിക്കണം,
അവരെ ഉന്നതമായ മദ്രസാ പഠനത്തിനും കഴിയുമെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. വഫിയ സംവിധാനം പോലെ സമസ്ത തന്നെ ചേളാരിയിൽ നടത്തുന്ന SSLC പാസ്സായി 5 വർഷം കുട്ടികളെ പഠിപ്പിക്കുന്ന സംവിധാനമുണ്ട്. വലിയ അറബി കോളേജുകളുണ്ട്. വാഫി സംവിധാനത്തിന്റെയും ഹുദവി സംവിധാനത്തിന്റെയും ഒക്കെ ഭാഗമായി പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന ഉന്നതമായ സ്ഥാപനങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മനോഹരമായ സ്ഥാപന സമുച്ചയം അത് നമ്മുടെ ഈ നാട്ടിലെ പരിസര പ്രദേശങ്ങളിലെ പെൺകുട്ടികൾക്ക് അവർക്ക് ഏറ്റവും നല്ലൊരു മനോഹരമായ സ്ഥാപനം അതിനെക്കുറിച്ച് ചിന്തിക്കാനും സംവിധാനിക്കാനും ഈ സംഗമവും ഒരു വഴിയായ ഒരു ചിന്തയായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയുമാണ്. പെൺകുട്ടികൾ ഉന്നതമായി പഠനം നടത്തണം. അവർക്ക് ഉന്നതമായ സംസ്കാരം നമ്മൾ സംവിധാനിക്കണം. ഭൗതിക വിദ്യാഭ്യാസം വേണ്ട എന്ന് പറയുകയല്ല. ഭൗതിക വിദ്യാഭ്യാസത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തവരാണ് നമ്മുടെ നേതാക്കൾ, ഉലമാക്കൾ. അറബി കോളേജുകൾ മാത്രമല്ല, ദർസുകൾ മാത്രമല്ല, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നായകന്മാർ ഈ സമുദായത്തിന്റെ ആഗ്രഹത്തോടെ അൽഹംദുലില്ലാഹ് ഇവിടെ തന്നെ എത്ര വലിയ നിഅമത്താണ്. മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് 2 വിദ്യാഭ്യാസവും തികച്ചും സൗജന്യമായി നൽകി നല്ല ഗവൺമെന്റ് അംഗീകരിക്കുന്ന, യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്ന +2 ഡിഗ്രിയും മറ്റുള്ള വിദ്യാഭ്യാസങ്ങൾ നൽകി, കമ്പ്യൂട്ടർ കോഴ്സുകൾ നൽകി, അതോടൊപ്പം തന്നെ അവരെ ആലിമീങ്ങളാക്കി വളർത്തി വലുതാക്കുന്ന ഒരു സംവിധാനം, ഹാഫിളീങ്ങളെ ഉണ്ടാക്കുന്ന സംവിധാനം, വലിയ വലിയ സംരംഭങ്ങളുമായി നമ്മുടെ ഈ സംവിധാനം, നമ്മുടെ ഈ മഹല്ല് കമ്മിറ്റി, ഈ സ്ഥാപനത്തിന്റെ കമ്മിറ്റി വളരെ അഭിമാനത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ സമുദായത്തിന്റെ പുരോഗതിക്ക്, നമ്മുടെ കുടുംബ സംവിധാനങ്ങളുടെ പുരോഗതിക്ക് ഇത് വലിയൊരു കാരണമായി തീരണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് വളരെ പ്രാധാന്യത്തോടുകൂടെ കേവലം ഈ ഒരു സംഗമം, ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു രക്ഷാകർതൃ സംഗമം, ഈ ഒരു കുടുംബ സംഗമം അതോടുകൂടെ അവസാനിച്ചു പോകാതെ ഇത് ഒരു മനോഹരമായ ഒരു പെരുന്നാളം കൊടുത്താൽ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇൽമുള്ളവരും തഖ്വയുള്ളവരും, ഞാൻ എന്റെ ഉമ്മമാരോട് സാന്ദർഭികമായ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ ആൺകുട്ടികൾ, അവർക്കും ഉന്നതമായ തരത്തിലുള്ള ദീനീ വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് താല്പര്യമുണ്ടാവണം. ഇവിടെ സ്ഥാപനമുണ്ടല്ലോ, അതേപോലെയുള്ള നിരവധി സംരംഭങ്ങളുണ്ടല്ലോ. നമ്മുടെ മക്കളെ ആ വഴികളിലേക്ക് വഴിതിരിച്ചുവിടുമ്പോ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരമുള്ള മക്കൾ, നമുക്ക് ഉപകാരമുള്ള സന്താനങ്ങൾ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയും ആഗ്രഹവും മക്കൾ നന്നാവണം. ആൺകുട്ടികളും പെൺകുട്ടികളും സ്വാലിഹീങ്ങളായ മക്കളായി വളരണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപക്ഷേ പടച്ച റബ്ബ് അത് നേരത്തെ തന്നെ മുത്തുനബിയിലൂടെ നമുക്ക് മുന്നറിയിപ്പതിന്റെ അടിസ്ഥാനത്തിൽ ഖിയാമത്ത് നാളാകുമ്പോൾ സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ എണ്ണത്തിൽ പെരുപ്പമുണ്ടാകും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. സ്ത്രീകളുടെ ജനസംഖ്യ വർദ്ധിക്കുക എന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാകുന്നു എന്നതുകൊണ്ട് അത് ഒരു മോശമായ, അതൊരു തെറ്റായ കാര്യമാണ് എന്നും ചിന്തിച്ചു പോകരുത്. പെൺകുട്ടികൾ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ആൺകുട്ടികളും അനുഗ്രഹമാണ്. ഒരു ജാഹിലിയത്ത് ഇപ്പോഴും നമ്മുടെ സമുദായത്തിൽ അറിഞ്ഞോ അറിയാതെയോ നിലനിൽക്കുന്നു എന്ന ഒരു സത്യം. ജനിച്ചത് പെൺകുട്ടിയാണ് ഇന്ന് കേൾക്കുമ്പോൾ കരുവാളിച്ചു പോകുന്ന ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ പരിശുദ്ധമായ ഖുർആൻ ജാഹിലിയ കാലഘട്ടത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് അറിഞ്ഞോ അറിയാതെ എപ്പോഴും നിലനിന്നു പോവുകയാണ്. പലപ്പോഴും ഭാര്യ പ്രസവിച്ചത് പെൺകുട്ടിയാണെങ്കിൽ ആ സന്തോഷ വാർത്ത ടെലിഫോണിൽ വിളിച്ചു പറയാറില്ല, മൊബൈൽ ഫോണിൽ SMS അയക്കാറില്ല, അത് ഫേസ്ബുക്കിലും വാട്സപ്പിലും കൈമാറാറില്ല. ആ സന്തോഷ വാർത്ത അറിയിക്കുകയില്ല. ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ. ആൺകുട്ടിയാണെങ്കിൽ അത് വലിയ ആഘോഷം. ഇനി പലപ്പോഴും ഭാര്യ പ്രസവിച്ചു, എന്താ കുട്ടി? പെൺകുട്ടിയാണ്. അപ്പൊ പറയും അൽഹംദുലില്ലാഹ്, എന്താ കാട്ടണോ അല്ലേ? അൽഹംദുലില്ലാഹ് പറയും. എന്നിട്ട് പറയും പെൺകുട്ടി റഹ്മത്താണ് കേട്ടോ, ഖൈറാണ്. വല്ല മരിച്ചോടത്ത് പോയതുപോലെ വരെ സമാധാനിപ്പിക്കും. ബേജാറാവണ്ട, പെൺകുട്ടികൾ ഖൈറാണ്, ബർക്കത്താണ്.
എന്നിട്ട് പറയും എന്താപ്പ കാട്ടണമെന്ന്. എന്താണ് ഈ ഒരു ചിന്തയുടെ അടിത്തറ? പെൺകുട്ടി ഉണ്ടായാൽ അവളെ എന്ന് കരുതിയാണോ? ആൺകുട്ടികൾ പണം കായ്ക്കുന്ന മരങ്ങളും പെൺകുട്ടികൾ പണം നഷ്ടപ്പെടുത്തുന്നവരുമായി അങ്ങനെ ഒരു അറിഞ്ഞോ അറിയാതെയുള്ള ഒരു ചിന്ത വന്നുപോയി. അത് എത്ര വലിയ തെറ്റാണ്. ആൺകുട്ടികളെ കൊണ്ട് പൊറുതിമുട്ടിയ എത്ര രക്ഷിതാക്കളുണ്ട്. ഒരാൺതനി ഉണ്ടായി എന്ന കാരണത്താൽ കുടുംബവും തറവാടും കുട്ടിച്ചോറാക്കി, തറവാട്ട് പിഴയും വളപ്പുമൊക്കെ വിറ്റ് തൊലച്ച് കടം വാങ്ങി കടം കൊണ്ട് വലഞ്ഞ് എവിടെയോ വാടകയ്ക്ക് താമസിക്കുന്ന എത്ര ആളുകളുണ്ട്. മക്കളെ കള്ളുകുടിയന്മാരായി അവരെ കൊണ്ട് പൊറുതിമുട്ടുന്ന എത്ര ഉമ്മമാരുണ്ട്. എന്റെ നാട്ടില് മഹല്ലിന്റെ പ്രസിഡന്റ് ഒരു തങ്ങളാണ്. നാട്ടിലെ ഒരു ഉമ്മ മഹല്ല് കമ്മിറ്റിക്ക് തങ്ങളുടെ കയ്യിൽ ഒരു ഹരജ് കൊണ്ടുപോയി കൊടുത്തു. എന്താ ഉമ്മാന്റെ പരാതി? 10-35 വയസ്സുള്ള മകൻ കള്ളു കുടിച്ചിട്ട് എല്ലാ ദിവസവും വന്ന് ഉമ്മാനെ തല്ലും. അതുകൊണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കണം തങ്ങളെ. മഹല്ല് കമ്മിറ്റിക്കുള്ള കത്താണ്. സ്വന്തം മകൻ കള്ളുകുടിച്ച് വീട്ടിൽ വന്ന് ഉമ്മയെ തല്ലുന്ന മകൻ, ആ മകന്റെ പൊറുതികേട് അവസാനിപ്പിക്കാൻ മഹല്ല് കമ്മിറ്റിക്ക് കത്ത് കൊടുത്തപ്പോ ഈ മകനെ നന്നായി അറിയുന്ന, മകന്റെ ദുസ്വഭാവങ്ങൾ അറിയുന്ന മഹല്ല് കമ്മിറ്റി വിളിച്ച് മസലാത്താക്കിയാൽ തീരൂല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് പ്രസിഡന്റായി ഞങ്ങളുടെ തങ്ങൾ പറഞ്ഞു, ഉമ്മ ഈ ഹർജി മഹല്ല് കമ്മിറ്റി എന്നുള്ളത് മാറ്റിയിട്ട് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ എന്നാക്കിയിട്ട് നിങ്ങൾ പോലീസുകളിൽ കൊണ്ടുപോയി കൊടുത്തോളൂ, എന്നാൽ അവിടെ പരിഹാരമുണ്ടാകും എന്ന് പറഞ്ഞു. ഈ ഉമ്മ ഉടനെ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? തങ്ങൾപ്പാവാ അതിന് ഓലിന്റെ കുട്ടിനെ തല്ലൂലേ, പോലീസുകാരന്റെ കുട്ടിനെ തല്ലൂലേ. ഈ ഉമ്മാന്റെ പരാതി എന്താ? ഇവന്റെ തല്ല് കിട്ടുന്നു എല്ലാ ദിവസവും എന്നുള്ളതാ. ആൺമക്കളെ കൊണ്ട് ഒരു നേട്ടവും വേണ്ട, ആൺമക്കളെ കൊണ്ട് ഒരു നയാ പൈസയുടെ ഗുണം വേണ്ട, പക്ഷേ ഈ തല്ല് കിട്ടണ്ട, ഈ പൊറുതികേട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ഉമ്മമാർ ഉപ്പമാർ. ഞാനൊരു സ്ഥലത്ത് വേദന വന്നപ്പോ എന്റെ അനുഭവം ഞാൻ പറയട്ടെ. ഒരു 100 ഉറുപ്പിക ഒരു കാർണോല് വന്നിട്ട് പറഞ്ഞു, പൊന്നാര ഉസ്താദേ, എല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളോട് ദുആ ചെയ്യാൻ പറയുന്നു. ഞാൻ നിങ്ങളെ ദുആ കേൾപ്പിക്കുന്ന കാര്യം ഇത് പറയാൻ പറ്റോ ഇല്ലേ എന്ന് എനിക്കറിയൂല, അങ്ങനെ ദ്വേർക്കാൻ പറ്റോ ഇല്ലേ എന്ന് എനിക്കറിഞ്ഞൂടെ. പക്ഷെ എന്നാലും പറയാൻ, എന്റെ മകനൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ ദ്വേർക്കണം. 100 ഉറുപ്പിക ഒരു ഉപ്പാക്ക് പറയാനുള്ളതാണിത്. എല്ലാവരും അങ്ങനെയാണ് എന്നല്ല. ആൺമക്കളും പെൺമക്കളും സ്വാലിഹീങ്ങളാവണം, നല്ലവരാവണം, അവരെ കൊണ്ട് സന്തോഷിക്കാൻ കഴിയണം. പെൺമക്കളെ കൊണ്ട് രക്ഷപ്പെട്ടു പോയ എത്രയെത്ര കുടുംബങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇനി ദുനിയാവിലെ രക്ഷയേക്കാൾ ഒരാൾക്ക് 3 പെൺമക്കളുണ്ടായാൽ, അല്ലെങ്കിൽ 3 പെങ്ങന്മാരുണ്ടായാൽ, 3 പെൺകുട്ടികളെ 3 പെങ്ങന്മാരെ അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ പഠിപ്പിച്ച് അവരെ പ്രായമെത്തുമ്പോൾ അവരെ കെട്ടിച്ചയച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് വസ്ത്രം കൊടുത്ത് വിദ്യാഭ്യാസം നൽകി പ്രായമെത്തുമ്പോൾ ഒരാളെ ഏൽപ്പിച്ചു കൊടുത്ത് നിക്കാഹ് ചെയ്ത് ഏൽപ്പിച്ചു കൊടുക്കുന്നതുവരെ 3 പെൺമക്കളെ അല്ലെങ്കിൽ 3 പെങ്ങന്മാരെ ആരെങ്കിലും നോക്കിപ്പോറ്റി വളർത്തിക്കൊണ്ടുപോയാൽ അത് നരകത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ഹിജാബ്, ഏറ്റവും വലിയ സംരക്ഷണത്തിന്റെ കവചമാണെന്നും സുഖലോക സ്വർഗത്തിലേക്കുള്ള ഏറ്റവും വലിയ എളുപ്പവഴിയുമാണ് എന്ന് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ 3-4 തവണ ഹജ്ജ് ചെയ്ത് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലം മറ്റുള്ള ഏതേത് സൽക്കർമ്മങ്ങളെക്കാൾ പെൺകുട്ടികളെ സ്നേഹിച്ച് അവരെ പോറ്റി വളർത്തി എന്നതിന് ലഭിക്കുമ്പോ ആ പ്രതിഫലത്തിന്റെ ഗൗരവം റസൂലുള്ള പറഞ്ഞപ്പോ ആഗ്രഹം കൊണ്ട്, ആവേശം കൊണ്ട് സദസ്സിലെ ഒരു സഹാബി, ഒരുപക്ഷെ 2 പെൺകുട്ടികളുള്ള ഒരു സഹാബി ചോദിച്ചു, മുത്തുനബിയെ, വഫനത്താൻ 2 പെൺകുട്ടികളാണെങ്കിലോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു 2 പെൺകുട്ടികളാണെങ്കിലും. അപ്പോൾ മറ്റൊരാളുടെ ചോദ്യം, അല്ലാഹുവിന്റെ റസൂലേ ഫവാഹിദ, ഒരു പെൺകുട്ടിയാണെങ്കിലോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഫവാഹിദ, ഒരു പെൺകുട്ടിയാണെങ്കിലും. ഒരു പെൺകുട്ടിയെ നോക്കി വളർത്തി വലുതാക്കി അവളെ കെട്ടിച്ചയക്കുന്നതുവരെ അവളെ നിന്റെ തണലിലായി സംരക്ഷിച്ചു കൊണ്ടുപോയാൽ അത് ഏറ്റവും, ആ സംരക്ഷണം ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമായി പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം.
പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് മഹാനായ ഖദർ അലൈഹിസ്സലാമും കലീമുല്ലാഹി സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമും ഒരുമിച്ചുള്ള യാത്രയെ പരിചയപ്പെടുത്തി ആ യാത്രയിലെ സംഭവവികാസങ്ങൾ പറഞ്ഞ് അതിന്റെ വ്യാഖ്യാനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ 3 ക്ഷമിക്കാൻ പറ്റാത്ത സംഭവങ്ങളുണ്ടായി. അവർ യാത്ര ചെയ്യുന്ന കപ്പലിന് ദ്വാരമുണ്ടാക്കി കപ്പൽ പൊളിക്കാൻ ശ്രമിക്കുന്നു. എന്റെ കൂടെ പോരുമ്പോ എന്നെ ചോദ്യം ചെയ്യരുത്, നിങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയൂല. ഏത് കാര്യത്തിലും ഉടനെ ശക്തമായി പ്രതികരിക്കുന്ന സ്വഭാവം, എടുത്തു ചാടി അഭിപ്രായം പറയുന്ന സ്വഭാവമായിരുന്നു മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റേത്. പറഞ്ഞു, നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയും, ഞാൻ പലതും ചെയ്യും, പലതും പറയും, എന്റെ പെരുമാറ്റത്തിൽ പലതും കാണും, നിങ്ങൾ സബൂറോടുകൂടെ എന്റെ കൂടെ നിൽക്കുമോ? വാക്ക് പറഞ്ഞു, പക്ഷേ എന്നിട്ടും ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. കാരണം കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്വന്തം കപ്പലാ കുത്തിപ്പൊളിക്കുന്നത്, ദ്വാരമുണ്ടാക്കുന്നത്. പിന്നെ ഒരു നാട്ടിലൂടെ യാത്രയാകുമ്പോ അവിടെ ഒരു കുട്ടിയെ, കുറെ കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ നിന്ന് നല്ല സുന്ദരനായ ഒരു കുട്ടിയെ, ഒരാൺകുട്ടിയെ പിടിച്ച് വളരെ ദാരുണമായി മഹാനായ ഖദർ അലൈഹിസ്സലാം കൊന്നുകളഞ്ഞു. പ്രതികരിച്ചു സഹിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ ഒരു നാട്ടിലൂടെ പോകുമ്പോൾ നാട്ടുകാരോട് വെള്ളം ചോദിച്ചു, ഭക്ഷണം ചോദിച്ചു കൊടുത്തില്ല. എന്നിട്ട് വിശപ്പും ദാഹവും സഹിച്ച പെരുവേലത്ത് പോകുമ്പോഴാ പൊട്ടിപ്പൊളിഞ്ഞ ഒരു മതിൽ കാണുന്നത്. അത് നന്നാക്കാൻ വേണ്ടി അവിടെ നിന്നു. അപ്പോഴും ചോദിച്ചു, ഈ തമ്മാടികൾ ഒരു തുള്ളി വെള്ളം തരാത്ത ഈ നാട്ടുകാരുടെ മതിലാണ് നന്നാക്കി കൊടുക്കുന്നത്. അതിന് 3 മഹാനവറുകൾ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അമ്മ സഫീനതു ഫകാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹർ ഫഅറത്തു അൻ അഈബഹാ വകാന വറാഅഹും മലികുൻ യഅഖുദു കുല്ല സഫീനത്തിൻ വസ്ബാ. ഞാൻ കപ്പൽ പൊളിക്കാൻ കാരണം, അതിന് ദ്വാരം കാരണം, ഈ കപ്പലുകാരെ കടൽ കൊള്ളക്കാരനായ ഒരു രാജാവ് കടന്നു വരുന്നുണ്ട്. നല്ല കപ്പൽ കണ്ടാൽ അവൻ പിടിച്ചടക്കും, കേടുപാടില്ലാത്ത കപ്പൽ കണ്ടാൽ അവൻ പിടികൂടും. ഇവര് പാവങ്ങളാ, കടൽ പണിക്കാരാ, കടലിൽ ജോലി ചെയ്യുന്നവരാ. ഈ കപ്പൽ പിടിച്ചടക്കിയാൽ ഈ കപ്പൽ പണിക്കാർ മുഴുവനും അവർ പട്ടിണിക്കാര് പാവങ്ങളായി മാറും. അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താനാണ് ഗൈബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിച്ചു കൊടുത്ത് അറിഞ്ഞ് മഹാനായ ഖദർ അലൈഹിസ്സലാം പറയുന്നത്. അത് ഞാൻ മനസ്സിലാക്കി. ഫഅറത്തു അൻ അഈബഹാ, ഞാൻ തീരുമാനിച്ചു, എന്റെ തീരുമാനമാണ് കപ്പൽ കേടുവരുത്താൻ. രണ്ടാമത്തെ കാര്യം വ്യാഖ്യാനിച്ചു, വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈൻ. ആ കുട്ടിയെ കൊല്ലാനുണ്ടായ കാരണം എന്താണെന്നറിയോ? ആ കുട്ടിയുടെ മാതാപിതാക്കൾ മുഅ്മിനീങ്ങളാണ്, ഉമ്മയും ഉപ്പയും വലിയ മഹാന്മാരാണ്. പക്ഷേ ഇവനെങ്ങാനും വളർന്നു വലുതായാൽ ഫഖശീനാ അയ്യുർഹിഖഹുമാ തുഗ്യാനൻ വകുഫ്റാ, ഇവൻ തമ്മാടിയാകും, ഇവൻ അക്രമിയാകും, ഇവൻ കാഫിറാകും, ഇവൻ ഈ മാതാപിതാക്കൾക്കെതിരാകും, അവരെ അപകടപ്പെടുത്തും. അതുകൊണ്ട് ഇവൻ വളരാൻ പാടില്ല, വളർന്ന് വലുതാകാൻ പാടില്ല. അതുകൊണ്ടാ കൊന്നത്. ഞങ്ങളുടെ തീരുമാനമാണ്. മഹാനവറുകൾ പറഞ്ഞു, ഫഅറദ്ന, ഞങ്ങൾ തീരുമാനിച്ചു. ബേജാറാവണ്ട മൂസ, ബേജാറാവണ്ട, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അയ്യുബ്ദിലഹുമാ, ആ മാതാപിതാക്കൾക്ക് പകരം വേറെ കുട്ടിനെ കൊടുത്തോളാം. നല്ല കുടുംബബന്ധം ചേർക്കുന്ന, നല്ല പരമപരിശുദ്ധനായ ഖൈറൻ മിൻഹു, ഈ ആൺകുട്ടിയേക്കാൾ ഉത്തമനായ, ഖൈറൻ മിൻഹു സകാത്തൻ വഅഖറബ റഹ്മാ, നല്ലൊരു സന്താനത്തെ പകരം ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചില്ല. ഞങ്ങളുടെ തീരുമാനമാണ്. തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊന്നത് എന്ന് പറഞ്ഞു. ഇനി പറയട്ടെ, ഉമ്മമാരെ ശ്രദ്ധിക്കണം, ഉപ്പമാരെ നിങ്ങൾ അതിനേക്കാൾ, ചെറുപ്പക്കാരെ അതിനേക്കാൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഇനി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുശേഷമുള്ള ചരിത്രം പറഞ്ഞു. ആൺകുട്ടി മരിച്ചുപോയി, അള്ളാഹുവിന്റെ വാഗ്ദാനം നിലനിൽക്കുകയാണ്. ആ ആൺകുട്ടിക്ക് പകരമായി നല്ല ഖൈറായ ഒരു സന്താനത്തെ കൊടുക്കും. പിന്നെ ആ മാതാപിതാക്കൾക്ക് ഉണ്ടായത് ഒരു പെൺകുട്ടിയാണ്.
പിന്നെ ഉണ്ടായതൊരു പെൺകുട്ടിയാണ്. ആൺകുട്ടിയെ കൊന്ന് ആൺകുട്ടിക്ക് പകരം പിന്നെ റബ്ബ് കൊടുത്തത് എങ്ങനെ പകരം? ഖൈറൻ മിൻ സക്കാത്തൻ വ അഖ്റബ റുഹമാ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് തആല ആൺകുട്ടിക്ക് പകരം കൊടുത്തത് പെൺകുട്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫസവ്വജഹാ നബിയ്യുൻ. ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് മരുമകനായി വന്നത് പിന്നെ ഒരു നബിയാണ്. ശ്രദ്ധിക്കണം, പിന്നെ മരുമകനായി ആ തറവാട്ടിലേക്ക് കടന്നു വന്നത് ഒരു നബിയാണ്. മാത്രമല്ല, ആ നബിയാണ് ഈ പൊന്നുമോളെ കല്യാണം കഴിച്ചത്. ആ പൊന്നുമോളെ പിന്നെ പ്രസവിച്ച ആൺമക്കളൊക്കെ നബിമാരായി. ആ ആൺമക്കളൊക്കെ നബിമാരായി. അവരുടെ തലമുറയിൽ അവരുടെ മക്കൾ അവരും നബിമാരായി, പേരക്കുട്ടികളും നബിമാരായി. ആ തറവാട്ടിൽ 70 നബിമാർ. ആ പെൺകുട്ടിയുടെ തലമുറയിൽ 70 അമ്പിയാക്കൾ, 70 നബിമാരുണ്ടായി എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി അത് വലിയ ഒരു വിപ്ലവത്തിന്റെ തുടക്കക്കാരിയായി മാറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആൺകുട്ടികളിലും ഖൈർ നിശ്ചയിക്കും, പെൺകുട്ടികളിലും ഖൈർ നിശ്ചയിക്കും. അതുകൊണ്ട് പെൺകുട്ടികളോട് അങ്ങനെ ചരിത്രപരമായ ഒരു വെറുപ്പ് നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം വ്യാഖ്യാനിച്ചു, ഫഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന. ആ മതില് നന്നാക്കാൻ കാരണം, ആ മതില് അത് യതീമുകളായ 2 കുട്ടികളുടേതാണ്. ആ മതിൽക്കെട്ടിന്റെ ചുവട്ടിൽ അവർക്കുള്ള വകാന തഹ്തഹു കൻസുൽ ലഹുമാ. അവർ വലുതായാൽ അവർക്ക് കിട്ടേണ്ട ഒരു സമ്പത്ത്, വലിയ ഒരു സ്വത്തിന്റെ ഒരു നിധി, ഒരു കൻസ് അതിനകത്തുണ്ട്. അത് സംരക്ഷിക്കാനാണ്, അത് സംരക്ഷിക്കാനാ. വകാന അബൂഹുമാ സാലിഹാ ഫഅറാദ റബ്ബുക അൻ യബ്ലുഗാ അശുദ്ധഹുമാ വയസ്തഖ്രിജാ കൻസഹുമാ റഹ്മത്തൻ മിർ റബ്ബിക്. അവർ വലുതായതിനു ശേഷമേ ആ നിധികുംഭം പുറത്തു വരാൻ പാടുള്ളൂ. ഈ മതിൽ പൊട്ടിപ്പൊളിഞ്ഞാൽ, ആ നിധി പുറത്തു വന്നാൽ ഏതെങ്കിലും വഴിയാത്രക്കാരോ കൊള്ളക്കാരോ ഇത് തട്ടിയെടുക്കും. അതുകൊണ്ട് യതീമുകളായ മക്കളുടെ സംരക്ഷണമാണ് മതിൽ നന്നാക്കുന്നതിലൂടെ ചെയ്തത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖദർ അലൈഹിസ്സലാം. ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഖദർ അലൈഹിസ്സലാം നബിയാണോ അല്ല വലിയാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അല്ലേ? ചില ആളുകൾ, മഹാന്മാരായ അയിമ്മത്തിനടക്ക് തന്നെ അഭിപ്രായങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നബിയാണെങ്കിലും വലിയാണെങ്കിലും, ഖദർ അലൈഹിസ്സലാം നബിയാണെങ്കിലും വലിയാണെങ്കിലും, അള്ളാന്റെ കലാമ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ പറയുന്ന വാക്കുകൾ നമ്മൾ ചിന്തിക്കണം. എന്താ ഖദർ അലൈഹിസ്സലാം പറഞ്ഞത്? 3 കാര്യത്തെ വ്യാഖ്യാനിച്ചപ്പോ പറഞ്ഞ കാര്യം എന്താ? ഒന്ന് പറഞ്ഞു, ഞാൻ തീരുമാനിച്ചതാണ്. എന്റെ തീരുമാനമാ, ഞാനാ തീരുമാനിച്ചത്. മറ്റൊരു കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു, ഫഅറദന, ഞങ്ങളാ തീരുമാനിച്ചത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു, ഫഅറാദ റബ്ബുക, റബ്ബാണ് തീരുമാനിച്ചത്. ഈ വാക്കുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ തസവ്വുഫിന്റെ അഹ്ലുകാർ അവർ പറഞ്ഞതെന്താ? ആരാ ഔലിയാക്കൾ, ആരാ അമ്പിയാക്കൾ, എന്താണ് ഇൽമുൽ ഗൈബ്, എന്താണ് അവരുടെ മോജിസാത്ത്, എന്താണ് അവരുടെ കറാമാത്ത്? ഇവിടെ പറയുന്നത് എല്ലാം റബ്ബിന്റെ തീരുമാനമാണ്. ഞാൻ തീരുമാനിച്ചു, ഞാൻ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ അത് റബ്ബിന്റെ ഉദ്ദേശമാ, ഇറാദത്താ, റബ്ബിന്റെ തീരുമാനമാ. ഞങ്ങളുടെ ഇറാദത്ത് പറഞ്ഞാലും എല്ലാം അത് അള്ളാന്റേത്. അത് അള്ളാഹു രാജാതിരാജനായ റബ്ബ് അവന്റെ മഹത്തുക്കൾക്ക്, അവന്റെ അമ്പിയാക്കൾക്ക്, അവന്റെ ഔലിയാക്കൾക്ക് അറിയിച്ചു കൊടുത്താൽ മറഞ്ഞുകിടക്കുന്ന വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇവിടെ വരാൻ പോകുന്ന കാര്യം പറഞ്ഞില്ലേ, അത് മഹാന്മാർക്ക് അറിയിച്ചു കൊടുത്താൽ അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കും. അതല്ലേ ഔലിയാക്കളുടെ ചരിത്രങ്ങൾ. മഹാനായ കമ്മുസൂഫി തങ്ങളുടെ ഈ പരിശുദ്ധമായ സദസ്സിന് നാം ഒരുമിച്ച് കൂടുമ്പോ നാം ഇവിടെ ഒത്തുകൂടിയത് ഏറ്റവും പ്രധാനമായി ആ മഹാനുഭാവനെ സ്നേഹിച്ചുകൊണ്ടാണ്, അള്ളാന്റെ ഔലിയാക്കളെ ബഹുമാനിച്ചുകൊണ്ടാണ്. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച മഹാന്മാർ, മഹത്തുക്കൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവർ പഠിപ്പിച്ച ചരിത്രത്തിലെ അള്ളാഹുവിന്റെ ഹിക്മത്തുകൾ, പടച്ച റബ്ബിന്റെ അള്ളാഹു നിശ്ചയിച്ച ചരിത്രത്തിൽ ചില സിറുകൾ, രഹസ്യങ്ങൾ,
ഞാൻ ഓർമ്മപ്പെടുത്തിയത് ആൺകുട്ടികളെ സ്നേഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ മഹത്വത്തോടുകൂടെ പെൺകുട്ടികളെ സ്നേഹിക്കണം. ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 3 പെൺകുട്ടികളെ പോറ്റി വളർത്തിയാൽ കിട്ടുന്ന കൂലി, എന്നാൽ അതേപോലെ 3 ആൺകുട്ടികളെ പോറ്റി വളർത്തിയാൽ കൂലി കിട്ടുന്ന കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. ആൺകുട്ടികളെ ചെറുതായി കാണുകയല്ല. അക്രിമു ഔലാദക്കും, നിങ്ങളുടെ കുട്ടികളെ ആൺകുട്ടികളെ ബഹുമാനിക്കണം, മാനിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആൺകുട്ടികളെ പോറ്റി വളർത്തിയാൽ, അവർക്ക് ഇൽമു പഠിപ്പിച്ചാൽ, അവർക്ക് അദബ് പഠിപ്പിച്ചാൽ അതിനുള്ള വലിയ പ്രതിഫലങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പെൺകുട്ടികളെ പോറ്റി വളർത്തി അവരൊരു കരക്കെത്തിച്ചാൽ കിട്ടുന്നത് പോലെയുള്ള പ്രതിഫലം ആൺകുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. സംസാരിച്ചതല്ല, അത് ഖുർആനിന്റെ പക്ഷമാണ്, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പക്ഷമാണ്. അത് അംഗീകരിക്കാനും പഠിക്കാനും നമുക്ക് ബാധ്യതയുണ്ട്. ഉമ്മമാരെ, നിങ്ങൾക്ക് വളരെ ശക്തമായ കടപ്പാട് പുരുഷന്മാരോട്, ഭർത്താക്കന്മാരോടുണ്ട്. അവരെ അനുസരിക്കാൻ ഞാൻ ആ വഴിയിലേക്ക് കൂടുതൽ കടന്നു ചെല്ലുകയല്ല. ഭർത്താക്കന്മാരോടുള്ള ബാധ്യത, ഭർത്താക്കന്മാരോടുള്ള കടപ്പാട് തീർത്താൽ തീരാത്ത കടപ്പാട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉമ്മയേക്കാൾ വലിയ കടപ്പാട് ഭർത്താക്കന്മാരോടാണ്. അതും മനസ്സിലാക്കണം, അല്ലേ? അതും മനസ്സിലാക്കണം. ഭർത്താവ് പറഞ്ഞാൽ കേൾക്കാതെ ഭർത്താവിനോട് ധിക്കാരം കാണിച്ച് ഇറങ്ങിപ്പോകാൻ പാടില്ല. സ്വന്തം പെറ്റ ഉമ്മയോടുള്ള ബാധ്യതയേക്കാൾ ഭാര്യമാർക്കുള്ള ബാധ്യത ഭർത്താക്കന്മാരോടാണ്. അത് പഠിക്കണം, അത് അംഗീകരിക്കണം. അപ്പോഴേ കുടുംബ സംവിധാനം ഭംഗിയായി നിലനിന്ന് മുന്നോട്ട് പോകൂ. സന്താന പരിപാലനം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ മിൻ റഅയ്യതി. നിങ്ങൾക്കെല്ലാവർക്കും അവരുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. പുരുഷന്മാർക്ക് അവരുടെ ഉത്തരവാദിത്തം, സ്ത്രീകൾക്ക് അവരുടെ ഉത്തരവാദിത്തം, ആലിമീങ്ങൾക്ക് അവരുടെ ഉത്തരവാദിത്തം, ഉമറാക്കൾക്ക് അവരുടെ ഉത്തരവാദിത്തം, ഓരോ തലങ്ങളിൽ ഭരണാധികാരികൾക്ക് അവരുടെ ഉത്തരവാദിത്തം. ഓരോ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് പഠിപ്പിച്ച ആ ഹദീസിൽ പ്രത്യേകം അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞതെന്താ? അൽ മർഅതു റായിയത്തുൻ, സ്ത്രീകളുടെ ഉത്തരവാദിത്തം, അവരുടെ അധികാരം അലാ ബൈത്തി സൗജിഹാ, ഭർത്താവിന്റെ വീട് നിയന്ത്രിക്കാൻ, വീട് പരിപാലിക്കാൻ, അതിന് ഭാര്യമാർക്കാണ് ഉത്തരവാദിത്തം. അതിനെക്കുറിച്ചാണ് അവൾ ചോദ്യം ചെയ്യപ്പെടുക. വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, അലാ ബൈത്തി സൗജിഹാ വഅലാ വലദിഹാ, മക്കളെ സന്താന പരിപാലനം അടിസ്ഥാനപരമായി പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്തം അവിടെയാണ്. നമ്മുടെ മഹല്ലില് വെള്ളിയാഴ്ച ജുമാ നടന്നിട്ടില്ലെങ്കിൽ ഈ മഹല്ല് ജമാഅത്തിലെ ഒറ്റ പെണ്ണും അതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുകയില്ല. ജമാഅത്ത് നടന്നിട്ടില്ലെങ്കിൽ, ഒരാൾ മരിച്ചാൽ മയ്യത്ത് നിസ്കാരം നടന്നിട്ടില്ല എങ്കിൽ, സാമൂഹ്യമായ ഫർള് കിഫായയായ കാര്യങ്ങളൊക്കെ അതിന്റെയൊക്കെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് പുരുഷന്മാർക്കല്ലേ? നല്ലൊരു ശതമാനവും സ്ത്രീകൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ആ രംഗങ്ങളിലൊക്കെ വളരെ വളരെ കുറവല്ലേ? സ്ത്രീകളുടെ ഉത്തരവാദിത്തം പുരുഷന്മാരെ പോലെ പൊതുവായ കാര്യങ്ങളിൽ ഏർപ്പെടലല്ല. ഞാൻ ആദ്യം പറഞ്ഞ ഹദീസിലേക്ക് മടങ്ങിപ്പോകുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്ത്രീകളെ, നിങ്ങൾ 5 വഖത്ത് നിസ്കരിച്ച് റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റ് ഭർത്താക്കന്മാർക്ക് വഴിപ്പെട്ട് സന്താന പരിപാലനം നിങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റി ഹറാമുകളിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ കാത്തു സൂക്ഷിച്ച് ജീവിച്ചാൽ സ്വർഗത്തിന്റെ 8 കവാടം തുറക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോ പുരുഷന്മാരോട് ഈ 4 കാര്യം ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ 8 വേണ്ട, ഒരു വാതിൽ തുറക്കുന്ന കാര്യം പോലും റസൂലുള്ള പറഞ്ഞതുമില്ല. പുരുഷന്മാരെ, നിങ്ങൾ 5 വഖത്ത് നിസ്കരിച്ചാൽ, റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റാൽ, ഭാര്യമാരോടുള്ള ഹക്ക് നിറവേറ്റിയാൽ, നിങ്ങളുടെ അവയവങ്ങൾ ഹറാമിൽ നിന്ന് കാത്തു സൂക്ഷിച്ചാൽ സ്വർഗത്തിന്റെ ഒരു വാതിൽ തുറക്കുന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുമില്ല. കാരണം എന്റെ പുരുഷന്മാർക്ക് പിന്നെയും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. സ്ത്രീകൾക്ക് ഉത്തരവാദിത്തം വളരെ കുറവാണ്. അത് ഭംഗിയായി നിറവേറ്റുക, സന്താന പരിപാലനം, കുടുംബ സംവിധാനം, ആ കുടുംബത്തിന്റെ വിളക്കായി പ്രകാശിക്കുക.
ആ സംവിധാനങ്ങൾ ദീനിയായി ആ ഉത്തരവാദിത്തങ്ങളെ ഭംഗിയായി നിറവേറ്റുക, അത് പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക, ജീവിതം ചിട്ടപ്പെടുത്തുക. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദീനുള്ള കുടുംബം, ദീനുള്ള ഭാര്യമാർ, ദീനുള്ള കുടുംബങ്ങൾ, ദീനുള്ള ഭാര്യമാർ, അവിടെ വിജയമുണ്ടായിത്തീരുകയുള്ളൂ. അതിന് ചരിത്രത്തിൽ ഒരുപാട് മഹതികൾ, ചരിത്രത്തിലെ വനിതകൾ നമുക്കൊരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ പോലെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ പോലെ, ഖദീജ ബീവിയെ പോലെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിമാരും അവരുടെ പുത്രിമാരും, ചരിത്രത്തിലെ ഒരുപാട് ധീരവനിതകൾ, അവരിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ അതാണ്. ദീനുള്ളവരാവുക, തഖ്വയുള്ളവരാവുക, പഠിക്കുക, പകർത്തുക, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറയാൻ എപ്പോഴും ബാക്കിയാകും. ഏതൊരു വിഷയം പറഞ്ഞാലും, പ്രത്യേകിച്ച് കുടുംബ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കൊരുപാട് പഠിക്കാനുണ്ട്. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒരു പ്രഭാഷണം കൊണ്ട് പഠിച്ചാൽ തീരുന്നതല്ല ആ ഒരു വിഷയം. ഇൻഷാ അല്ലാഹ് ഒരുപക്ഷേ യാദൃശ്ചികമായിട്ടോ അതല്ലെങ്കിൽ വളരെ നേരത്തെ വളരെ കൃത്യമായി ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലോ എങ്ങനെയായാലും നമ്മുടെ ഈ സ്ഥാപനം ഈ ഉറൂസിന് വരുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു മനോഹരമായ ഒരു സമ്മാനം ഇവിടെ സമർപ്പിക്കുന്നുണ്ട്. സാധാരണ ഏതൊരു സ്ഥാപനത്തിന്റെ വാർഷികം നടക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉറൂസുകൾ നടക്കുമ്പോഴുമൊക്കെ അതിന്റെ ഒരു ഓർമ്മപ്പതിപ്പ്, അതിന്റെ ഒരു സുവനീർ അത് സമർപ്പിക്കും. അതിന്റെ വില പറയും. കുറെ ആളുകളൊക്കെ വാങ്ങും. ചിലപ്പോൾ അത് കുറെ ബാക്കിയാവും. അതിൽ കുറെ ലേഖനങ്ങളുണ്ടാവും. അതൊക്കെ കുറെ ആളുകൾ അങ്ങനെ കൊണ്ടുപോയി വെക്കും. ചിലതൊക്കെ ഉപകാരമുണ്ടാകും, ഇല്ലാത്തതുമുണ്ടാകും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി സമർപ്പിക്കുന്ന സുവനീർ അൽ കമാൽ 2014 നമ്മുടെ ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും ഉസ്താദുമാരും സ്ഥാപന ഭാരവാഹികളും അവരൊക്കെ മുൻകൈയെടുത്തുകൊണ്ട് നമ്മുടെ മഹാനായ കമ്മസൂഫി തങ്ങളുടെ പേരിലുള്ള നാമധേയത്തിൽ ഈ മനോഹരമായ സ്ഥാപനം ഇസ്ലാമിക് കോംപ്ലക്സ് തയ്യാറാക്കിയ അൽ കമാൽ 2014 എന്ന ഈ സുവനീറിന്റെ പ്രത്യേകത, അതിൽ ഓരോന്നും വളരെ കനപ്പെട്ട ലേഖനങ്ങളാണ്. നേരത്തെ അഷ്റഫ് ഉസ്താദിന്റെ വീട്ടിൽ വന്നപ്പോ അവിടെ ഇരുന്നുകൊണ്ട് അതിലൊരു ലേഖനം ഞാൻ വായിച്ചു. അപ്പോൾ എനിക്ക് തോന്നിപ്പോയി, ഈ ഒരു സുവനീർ വായിച്ചാൽ ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയക്കാരുമായി ഒരുപാട് പാഠങ്ങൾ കുടുംബ സംവിധാനത്തിൽ ഈ സുവനീറിൽ നിന്ന് ലഭിക്കാനുണ്ട്. ഒരു കുടുംബത്തിലെ വളരെ വ്യത്യസ്തമായ മേഖലകളിൽ ഓരോ കുടുംബവും സൂക്ഷിച്ചു വെക്കുകയും വായിക്കുകയും ചെയ്യേണ്ട, നമ്മളൊക്കെ വായിക്കുകയും നമ്മളെ മക്കളെ കൊണ്ട് വായിപ്പിക്കുകയും ഭാര്യമാര് പെങ്ങന്മാര് അവരെ കൊണ്ടൊക്കെ വായിപ്പിക്കേണ്ട വളരെ മനോഹരമായ ലേഖനങ്ങൾ, ബന്ധങ്ങൾ സുദൃഢമാക്കാൻ എന്നാണ് അതിന്റെ കവറിംഗ് തന്നെ കൊടുത്തിട്ടുള്ളത്. അതിലെ ലേഖനങ്ങൾ ഭൂരിപക്ഷം ലേഖനങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഒത്തുകൂടിയ ഉമ്മമാരോട് നാളെ വാങ്ങാം, മറ്റന്നാൾ വാങ്ങാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അതിന്റെ കോപ്പി തീർന്നു പോയാൽ പിന്നെ അത് കിട്ടാനുണ്ടാവില്ല. ഞങ്ങൾക്കൊക്കെ അബദ്ധം പറ്റാറുണ്ട്. പട്ടിക്കാട്ടേക്ക് സമ്മേളനത്തിന് പോകുമ്പോ ആദ്യത്തെ ദിവസമൊക്കെ തിരക്ക് കുറവാവും. അന്ന് സുവനീർ വാങ്ങൂല, കാരണം അതിങ്ങനെ ഏറ്റു നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ലാസ്റ്റ് സമാപന ദിവസം വാങ്ങാന്ന് വിചാരിക്കും. പിന്നെ അന്ന് നോക്കുമ്പോ പിന്നെ സാധനം കിട്ടൂല. അപ്പൊ അങ്ങനെ അബദ്ധം പറ്റണ്ട. ഞാനിതൊന്ന് ചെലവാകാൻ വേണ്ടി പറയല്ല. സാധാരണ അങ്ങനെ ഒരു വർത്താനം പറയും പോലെ പറഞ്ഞതല്ല, മറിച്ച് ഇത് വലിയൊരു സ്വത്താണ്, ഒരു സൂക്ഷിപ്പ് സ്വത്താണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പോകുന്ന സമയത്ത് നിങ്ങളെല്ലാവരും നമ്മുടെ എല്ലാ വീടുകളിലും ഈ ഒരു കോപ്പി കൊണ്ടുപോവുകയും കഴിയുന്നവരൊക്കെ പരമാവധി കോപ്പികൾ അധികം വാങ്ങി നമുക്ക് മറ്റുള്ളവർക്ക് സമ്മാനിക്കാൻ കഴിയുമെങ്കിൽ, മറ്റുള്ളവർക്ക് സമ്മാനം കൊടുക്കാനായി കഴിയുമെങ്കിൽ അതിനും കരുതി പരമാവധി കോപ്പികൾ നേരത്തെ തന്നെ വാങ്ങിക്കൊണ്ടുപോകണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ ദുആ ചെയ്യാൻ വേണ്ടി പല ആളുകളും ഇവിടെ സംഭാവനകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നേർച്ചയായും
കൗണ്ടറിൽ ഏൽപ്പിച്ചും സംഭാവനയായി പല രൂപത്തിൽ ഇൻഷാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സഹോദരൻ അഷ്റഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ സംഭാവന ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഉദ്ദേശം നിറവേറ്റി കൊടുക്കട്ടെ. അതേപോലെ ഒരുപാട് ആളുകൾ നേരത്തെ പറഞ്ഞല്ലോ, അരിയും ഭക്ഷണവും ആടും കോഴിയും സ്വർണവും സാധനയുമായി ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഇവിടെ ദുആ നടന്നുകൊണ്ടേയിരിക്കും. അവർക്കൊക്കെ വേണ്ടി നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ യാസീനോ അവർക്ക് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. സാന്ദർഭികമായി മറ്റൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നത്, നാളെ വളരെ വിശാലമായ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന നമ്മുടെ ഈ നഗരിയിൽ ബഹുമാനപ്പെട്ട മഹാന്മാരായ മശായിഖന്മാർ, ഉസ്താദുമാർ, സാദാത്തുക്കൾ, നിരവധി മഹാന്മാർ പങ്കെടുക്കുന്ന ദിക്ർ ദുആ മജ്ലിസ് ഇവിടെ നടക്കാനുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിലെ പ്രഗത്ഭനായ പ്രഭാഷകൻ നൗഷാദ് ബാക്കവി, അദ്ദേഹത്തിന്റെ പ്രഭാഷണം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ആരംഭിക്കും എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സംഘാടകർ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താൻ പറഞ്ഞതാണ്. കാരണം സാധാരണ നൗഷാദ് ബാക്കവിയുടെ ഒക്കെ പ്രഭാഷണം തുടങ്ങാറുള്ളത് എല്ലാവർക്കും ഒരു കണക്കുണ്ട്, ഒരു 9 മണിക്ക് തുടങ്ങൂ എന്നുള്ളത്. അങ്ങനെയല്ല, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആരംഭിക്കും എന്ന് പ്രത്യേകമായി നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളൊക്കെ ഈ പരിസരത്തുള്ളവരും നാട്ടുകാരുമൊക്കെ ആയതുകൊണ്ട് നേരത്തെ തന്നെ വന്നെത്തിച്ചേർന്ന് ആ പരിപാടികൾ, ഇന്നും നാളെയും ഒക്കെ നടക്കുന്ന പരിപാടികൾ, നമ്മുടെ ദിക്ർ ദുആ മജ്ലിസ്, അതേപോലെ അന്നദാനം, ഈ ഉറൂസുമായി ബന്ധപ്പെട്ട് നടക്കാനുള്ള എല്ലാ പരിപാടികളും വളരെ ഭംഗിയായി വിജയിപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി വളരെ ഭംഗിയാക്കി ഈ സദസ്സ് നിങ്ങൾ ബഹുമാനപ്പെട്ട അഷ്റഫിയും നമ്മുടെ വലിയ മുസ്ലിയാരും മറ്റൊക്കെ പറഞ്ഞിരുന്നു, ഉസ്താദേ ആണുങ്ങൾ കുറവായിരിക്കും പെണ്ണുങ്ങൾ ഉണ്ടാവും എന്ന്. സാധാരണ വയലിന് പോയാൽ, രാത്രി വയലിന് പോയാൽ പറയാറുണ്ട്, ഇങ്ങനെ കാണിച്ചു തരും ഉസ്താദെ അവിടെയൊക്കെ പെണ്ണുങ്ങളാണ് അറിയും, ഇരുട്ടാണ്, ഒറ്റൊന്നും നമുക്ക് കാണൂലല്ലോ, ആണുങ്ങൾ കുറവാവും, അവിടെയൊക്കെ പെണ്ണുങ്ങളാണ് എന്ന് പറയും. നമ്മളെ സമാധാനിപ്പിങ്ങൾ നല്ലോണം പറയണം, 2 മണിക്കൂർ വയത് പറയണം. അപ്പൊ ഇവിടെ പകലായതുകൊണ്ട് പിന്നെ അതും നമുക്ക് അറിയാം എത്ര പെണ്ണുങ്ങൾ ഉണ്ടെന്ന്. അപ്പൊ വളരെ 2 മണിക്ക് തന്നെ വളരെ ആവേശത്തോടെ നമ്മുടെ ഉമ്മമാര് ധാരാളം എത്തിച്ചേർന്നിട്ടുണ്ട്, സഹോദരിമാര്. ഞാൻ സത്യത്തിൽ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു വലിയ സ്റ്റേജിലൊരു പരിപാടിയല്ല, ഉറൂസിനോടനുബന്ധിച്ചാണെങ്കിലും നമ്മുടെ സ്ഥാപനത്തിന്റെ കെട്ടിടത്തിലെ ഓഡിറ്റോറിയത്തിൽ ചെറിയൊരു ക്ലാസ് ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഒരുപാട് ആളുകൾ ഒരു ഓഡിറ്റോറിയത്തിലാണെങ്കിൽ നിറഞ്ഞു കവിയാൻ മാത്രമുള്ള പുരുഷന്മാരും സ്ത്രീകളും നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഇതിന്റെ സംഘാടകർ, നേതൃത്വം നൽകിയ കമ്മിറ്റി ഭാരവാഹികൾ, ഉസ്താദുമാർ, ഈ സ്ഥാപനത്തിന്റെ മുത്താലിമീങ്ങൾ, വളണ്ടിയർമാർ, അതേപോലെ ഇവിടെ പങ്കെടുത്ത ഉമ്മമാർ, സഹോദരിമാർ, എല്ലാവരോടും എന്റെ പ്രത്യേകമായ സന്തോഷം അറിയിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.